ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് ബസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ICDS സൂപ്പർവൈസർ പരീക്ഷയുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ടല്ലേ? ഇനി കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 80ഓളം ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ ശേഷിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകാരിയുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വന്ന പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും സിലബസിൽ കുറേ വേരിയേഷൻ വന്നല്ലേടാ. നമ്മളെല്ലാവരും പഠിച്ച ഒരു ലെവലായി നിന്നവർ കുറച്ച് ഏരിയാസ് നിന്നും കുറച്ചധികം വേരിയേഷൻസ്, ഏകദേശം ഒരു 40-50% വേരിയേഷൻ സിലബസിൽ വന്നു എന്നൊരു പ്രശ്നമാണ് ICDS സൂപ്പർവൈസറിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എല്ലാവർക്കും ഉണ്ടായൊരു പ്രശ്നം അല്ലേ. അപ്പോൾ ആ പ്രശ്നവും പരിഹരിക്കണം, ഉറപ്പായിട്ടും പരിഹരിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഹോം സയൻസിൽ എൻറ്റയർലി അല്ലേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് മൊഡ്യൂൾ ഹോം സയൻസ് ആയിരുന്നു. അതിനകത്ത് നമുക്ക് എന്തൊക്കെയായിരുന്നു, അനാട്ടമി ഫിസിയോളജി തൊട്ട് തുടങ്ങിയല്ലേ, വളരെ വിശദമായിട്ട് നമ്മൾ കാണാതെ പഠിച്ചൊക്കെ വെച്ചതാണ്. പക്ഷേ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് എന്താണ് കൃത്യമായിട്ട് നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പഠിക്കണമോ അത് മാത്രം ഇപ്പോൾ പഠിച്ചാൽ മതി അല്ലേ. പ്രധാനമായിട്ടും അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലേ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ്. CDCയിൽ കുട്ടികളുടെ കളി അല്ലെ, പ്ലേ ആയിട്ട് ബന്ധപ്പെടുത്തി എന്തെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം അല്ലേ. അതിനകത്ത് നമുക്ക് വളരെ വിശാലമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ പ്ലേ, കളി, എന്താണ് കളി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിനെയെല്ലാം അതിൻ്റെ ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് കൂടെ നോക്കിക്കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താടാ, ഒരുപാട് കാരണങ്ങളുണ്ടല്ലേ. നമ്മളെ സംബന്ധിച്ച് ഒരു കളി, കുട്ടിയുടെ ഒരു കളി കുരുത്തക്കേടായിരിക്കാം, നമ്മൾ അവനെ തല്ലും, അവൻ ആ കളി കളിക്കുമ്പോൾ അല്ലെ. ഒരു ക്രിയേറ്റീവ് പ്ലേ, അവൻ എന്താണ് ഒരു വളരെ മനോഹരമായ ക്യാൻവാസ്, അവൻ്റെ എന്താണ് നമ്മുടെ ഭിത്തി ഒരു വലിയ ക്യാൻവാസായി മാറുമ്പോഴത്തേക്കും നമ്മൾ അവനെ പക്ഷേ തല്ലാൻ സാധ്യതയുണ്ട്. അതേപോലെ ഒരുപക്ഷെ നമ്മുടെ കാറിൻ്റെ പുറത്തായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്, കല്ലുകൊണ്ട് ചിത്രം വരയ്ക്കുന്നത്. നമുക്ക് ലക്ഷങ്ങൾ വിലവെടുപ്പുള്ള കാറായിരിക്കും, നമ്മൾ അവനെ തല്ലാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഇനി PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആൾക്കാരും പഠിക്കാത്ത ആൾക്കാരും ഒക്കെ ലൈഫിൽ 100% പ്രയോജനം ചെയ്യുന്നൊരു ക്ലാസ് ആയിരിക്കും എന്ത്, നമുക്ക് ഈ ചൈൽഡ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ. അപ്പോൾ ഹോം സയൻസ് പറഞ്ഞാൽ എസെൻഷ്യൽ സയൻസ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ 10ാം ക്ലാസ് വരെ നിർബന്ധിതമായിട്ട് ഹോം സയൻസ് പഠിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന, നമ്മൾ തെറ്റായിട്ട് നിരന്തരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഹോം സയൻസിൽ നമുക്ക് റെക്ടിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തെയും ഭാവി തലമുറയും വാർത്തെടുക്കാൻ പറ്റും നമുക്ക് ഓരോ മനുഷ്യർക്കും അല്ലേ. കാരണം എന്താ, നമ്മുടെ കുട്ടികളാണ് മക്കളെ നാളത്തെ തലമുറ. അപ്പോൾ അവരെ വളർത്തുക, അവരെ കൃത്യമായിട്ട് ഡെവലപ്മെന്റ് ചെയ്യിക്കുക, ഈ കാര്യത്തിലൊക്കെ കൃത്യമായ ശ്രദ്ധ നമുക്ക് വളരെ അത്യാവശ്യമാണ്. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ പഠിക്കണം നോക്കാം. അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫ് പോയിന്റ് ഓഫ് വ്യൂവിലും ഇത് ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ സഹകാരി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 65 ഡേയ്സ് കൊണ്ട് അവസാനിക്കുന്ന തരത്തിലാണ് നമ്മുടെ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം നിങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോ ക്ലാസ്സുകളും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതുപോലെ മത്സര പരീക്ഷകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരാഴ്ച കൊണ്ട് തന്നെ അത് ചെയ്ത് തീർക്കുക. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ ICDS എന്ന ഒരു കോഡും കൂടെ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് പ്ലേ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ്. ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നോക്കാം. വിഗോട്സ്കിസ് തിയറി ആണെന്ന് പ്രധാനമായിട്ട് എടുക്കാൻ പോകുന്ന ഒരു തിയറി. ആ തിയറി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടില്ല. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട തിയറിക്ക് വേറൊരു പ്രത്യേകം ക്ലാസ് എടുക്കാം. പക്ഷേ ചൈൽഡിന്റെ പ്ലേയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ വൈഗോട്സ്കിയുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല. പിയാഷെ ഒക്കെ ആണ് നമുക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ കേൾക്കുന്നത്. പക്ഷേ വിഗോട്സ്കിയെ കുറിച്ച് പറയാതെ പ്ലേയും അതുപോലെ കുട്ടികളുടെ മാനസിക വികാസവും തമ്മിൽ ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാതെ പോവുക നിവർത്തിയില്ല. അതുപോലെ എന്താണ് പ്ലേ, അതിനകത്ത് എന്താണ് ആക്റ്റീവ് പ്ലേ, അതുപോലെ പാസീവ് പ്ലേ, അതുപോലെ എന്താണ് സ്റ്റേജസ് ഓഫ് പ്ലേ, ഡിഫറെന്റ് 6 സ്റ്റേജസ് ഓഫ് പ്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ചോദ്യം ഉറപ്പാണ് കേട്ടോ, ഒരു സംശയം വേണ്ട ഈ കാര്യത്തിൽ, ചോദ്യം ഉറപ്പാണ് വിഭാഗത്തുനിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഇത് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ കൂട്ടി വായിക്കുക. കുഞ്ഞുനാളിൽ നമ്മൾ ചെയ്ത, നമുക്ക് വളരെ വിവിഡ് മെമ്മറീസ് ഉണ്ടായിരിക്കും, ഓരോ ചെയ്ത കാര്യങ്ങളും നമുക്ക് നല്ല മെമ്മറി ഉണ്ടായിരിക്കും. അതുമായിട്ട് എന്ത് ചെയ്യുക, ഇതിനെ കൂട്ടിയിണക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിലുള്ള മറ്റ് കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ കൂടെ നമ്മൾ കൂട്ടിയിണക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കൂടെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ഇത് കാണാതെ പഠിച്ച് ആൻസർ ചെയ്യേണ്ടുന്ന ഭാഗം അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നിരീക്ഷിക്കണം. അല്ലെങ്കിൽ നേരത്തെ നിരീക്ഷിച്ച കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് വിശകലനം ചെയ്യണം. എന്നാൽ മാത്രമേ പാരലൽ പ്ലേ എന്തെന്നും അതുപോലെ കോപ്പറേറ്റീവ് പ്ലേ എന്തെന്നും ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിരിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിരിക്കും. കാരണം എന്താ, ICDS സൂപ്പർവൈസർ പഠിക്കുന്ന ആൾക്കാരിൽ 90% വരെ അമ്മമാരായിരിക്കും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളുടെ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് സ്റ്റേജസ് എല്ലാം കണ്ടുവന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. ഓഫ് കോഴ്സ് എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ആൾക്കാരുമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ വിഗോസ്കിയുടെ കാഴ്ചപ്പാടിൽ നോക്കാം. വാട്ട് ദ ചൈൽഡ് ക്യാൻ ഡു ടുഡേ ഇൻ കൊളാബറേഷൻ
ടുമോറോ ഹി വിൽ ബി ഏബിൾ ടു ഡു ഇൻഡിപെൻഡൻ്റ്ലി എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് തിയറി ഇതല്ല, എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രശസ്തമായിട്ട് വാചകം നമുക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. അതായത് നമ്മളോട് കൂടിച്ചേർന്ന ഒരു കുട്ടിക്ക് ഇന്ന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് നാളെ അവന് സ്വയം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വലിയൊരു കാഴ്ചപ്പാട്, കുട്ടികളുടെ ലേണിങ്ങിൽ വളരെ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ കൊണ്ടുവന്ന കാഴ്ചപ്പാട് കൊണ്ടുവന്നൊരു വ്യക്തിയാണ് ആര്, വിഗോസ്കി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ജ്യൂഷ് ആയിരുന്നു, പക്ഷേ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിന് ട്യൂബർക്ലോസ് ബാധിച്ച് മരിച്ചു പോയേണ്ട വ്യക്തിയാണ്. പക്ഷേ കുറേ കാലം അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ മറപിടിച്ച് കിടക്കുകയായിരുന്നു. വളരെ 1860-കളിലാണെന്ന് തോന്നുന്നു, അതെ 60-കളിലാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും അതിനുശേഷം അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ വിഗോസ്കിയുടെ തിയറി നോക്കാം നമുക്ക്. വിഗോസ്കി asserted that the potential of each child is inextricably tied up with those around him. അദ്ദേഹത്തിന്റെ ചുറ്റാകെയുള്ള ആ കുട്ടിയുടെ ചുറ്റിനുമുള്ള ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇടപെടലുമായിട്ട് വളരെയധികം കൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുന്നു എന്ത്, ഓരോ ചൈൽഡിൻ്റെയും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അപ്പോൾ ഇതിന് എതിരെയാണ് ഒരു പക്ഷേ നമ്മുടെ ഈ അടുത്ത കാലത്ത് വരെയുള്ള വിദ്യാഭ്യാസ സിസ്റ്റംസ് എല്ലാം നിലനിന്നത് അല്ലേ. അതായത് എല്ലാ കുട്ടികളുടെയും അല്ലെ ഓരോ കുട്ടിയും യുണീക്കാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. ഓരോ കുട്ടിയും യുണീക്കാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന 10 കുട്ടികളും 10 കുട്ടികളാണ്. അല്ലാതെ എല്ലാവരും എന്താണ് മലയാളം പഠിച്ച് അതിൻ്റെ ആൻസർ എഴുതി 50-50 വാങ്ങാനും, അതുപോലെ എല്ലാവരും കണക്ക് പഠിച്ച് അതിൻ്റെ ആൻസർ എഴുതി 50-50 വാങ്ങാനും, എല്ലാവരും പഠിക്കാൻ കഴിയുമോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത തരത്തിൽ ഓരോ കുട്ടിയും യുണീക്ക് ആണെന്നുള്ളതാണ്. അതായത് ഒറ്റ അച്ചുകെട്ട് വാർത്ത കുട്ടികളല്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ ലേണിംഗ് പ്രോസസ്സിൽ ഒരിക്കലും നമുക്കൊരു ഒറ്റ അച്ചിലിട്ടുകൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് അല്ല എന്നുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ ഒരു ഫസ്റ്റ് തോട്ടിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് നമ്മുടെ ആര്, വിഗോസ്കി എന്ന് പറയുന്നത്. നോക്കാം. വിഗോസ്കിയുടെ അസഷൻ പ്രകാരം എന്താണ്, പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് ചൈൽഡ് അല്ലേ, ഓരോ ചൈൽഡിന്റെയും പൊട്ടൻഷ്യൽ ഈസ് ടൈഡ് അപ്പ്, ഇൻഎക്സ്ട്രിക്കബിളി ടൈഡ് അപ്പ് വിത്ത് ദോസ് അറൗണ്ട് ഹിം. അവന്റെ ചുറ്റാകമുള്ള ആൾക്കാർ ആരൊക്കെയാ, അഡൾട്ട്സ് ആൻഡ് ചിൽഡ്രൻ. അത് ആരൊക്കെ അവനെ സ്വാധീനിക്കും, അഡൾട്ട്സും സ്വാധീനിക്കും, അതുപോലെ ചിൽഡ്രനെ സ്വാധീനിക്കും. ആൻഡ് ഇറ്റ് ഫോളോസ് ദാറ്റ് സച്ച് ഇന്റർപ്ലേ വിത്ത് അതേഴ്സ് ഈസ് യുണീക് ടു ഈച്ച് ചൈൽഡ് അല്ലേ. അതുപോലെ സച്ച് ഇന്റർപ്ലേ വിത്ത് അതേഴ്സ് അല്ലെ, മറ്റുള്ളവരുമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ഇടപഴകൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അതിന് നമുക്ക് ഒരു എന്താണ് ഈ പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ZPD എന്ന് വിളിക്കുന്ന ആ കൺസെപ്റ്റ് നോക്കാം നമുക്ക്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഇപ്പോൾ ഇതൊരു കുട്ടിയാണ് അല്ലെങ്കിൽ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് വിചാരിക്കുക. അതാണ് അത്രയും കുട്ടിയെ ചെയ്യാൻ പറ്റുന്ന കാര്യം. സോൺ, നമുക്കൊരു സോൺ വെച്ച് തന്നെ പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് അല്ലെ, നമ്മുടെ സഹായം കൂടാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേസമയം നമ്മുടെ കൂടെ ഒരു 10 കുട്ടികളുണ്ടെന്ന് വെച്ചോ, നമ്മളൊരു ക്രഷെ മാനേജ് ചെയ്യണം. ആ കാര്യത്തിൽ ആ കുട്ടിക്ക് നമ്മുടെ സഹായം കൂടാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവന്റെ പ്ലേ മറ്റു കാര്യങ്ങളെല്ലാം അവന് സ്വയം ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷെ അതേസമയം നമ്മുടെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഒരു സോൺ ഉണ്ട്. നോക്കൂ, ഒരു കുട്ടി പാട്ട് പാടാൻ അവന് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവനെ പാട്ട് പാടാൻ കൂടെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ പാട്ട് പാടും. ഇതാണ് നമ്മൾ അന്ന് പറഞ്ഞത് അല്ലേ. പാട്ട് പാടാൻ അവൻ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ, പാട്ട് പാടാൻ കൂടെ അവനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആ കഴിവ് വികസിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇടപെടാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ കുട്ടി മെച്ചപ്പെടുന്ന ഒരു സോണാണ്. ഇനി നമ്മുടെ സഹായം ഉണ്ടെങ്കിലും കുട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് ഈ സോണിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ട, തിയറി പഠിച്ചാൽ മതി. അപ്പോൾ ഈ കൺസെപ്റ്റിനെ പുള്ളി വിളിച്ച പേരെന്താടാ, ZPD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇതാണ് വിഗോസ്കിയുടെ തിയറിയുടെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ. ജസ്റ്റ് ഇത് പറഞ്ഞിട്ടേ ഉള്ളൂ. തിയറി നമുക്ക് വിശദമായിട്ട് പിന്നെ പഠിക്കാം. വിഗോസ്കി അതുപോലെ പിയാഷയുടെ ഒക്കെ ഡെവലപ്മെന്റൽ തിയറീസ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. എന്തായാലും ഈ പ്ലേയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്ര കാര്യങ്ങൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡെഫിനിഷൻ ഓഫ് പ്ലേ. പ്ലേയെ സംബന്ധിച്ച് എന്തൊക്കെ ഡെഫിനിഷൻ വരുന്നത് നോക്കാം. പ്ലേ ഈസ് എ ടേം സോ ലൂസ്ലി യൂസ് ദാറ്റ് ഇറ്റ്സ് റിയൽ സിഗ്നിഫിക്കൻസ് ഈസ് ആപ്റ്റ് ടു ബി ലോസ്റ്റ്. ആപ്റ്റ് അല്ലെ, ഫസ്റ്റ് സെന്റൻസ് തന്നെ ഒരു പ്രശ്നം എടുത്ത് മുന്നോട്ട് വയ്ക്കുകയാണ്. നമ്മൾ വളരെ ലൂസായിട്ട് ഉപയോഗിക്കുന്ന കാരണം കളി, അത് കളിയല്ലേ എന്ന് നമ്മൾ പറയുമല്ലേ. കളി ഏത്, കാര്യം ഏത് അല്ലേ. നമ്മൾ ശരിക്കും കളിയല്ല മക്കളെ, കളി കാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കാം. നമുക്ക് കളി എപ്പോഴും കളിയല്ലാതായി മാറുക എന്തുകൊണ്ടാണ്, ആ ടേം വളരെ വളരെ ലൂസായിട്ട് കൊച്ചു കളിച്ചതാ എന്ന് പറയും. അതാ കുട്ടി കളിച്ചതാ. പക്ഷെ എന്താ അതിന്റെ സിഗ്നിഫിക്കൻസ് നഷ്ടമാകാൻ പാകത്തിന് നമ്മൾ അതത്രയും ലൂസായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ടാണ് പൊതുവെ പ്ലേ എന്ന് പറയുന്ന ടേമിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞായിട്ട് നമുക്ക് തോന്നുന്നു. നോക്കാം. ഇൻ ഇറ്റ്സ് സ്ട്രിക്റ്റസ്റ്റ് സെൻസ് അല്ലെ, ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് എനി ആക്ടിവിറ്റി എൻഗേജ്ഡ് ഇൻ ഫോർ ദ എൻജോയ്മെന്റ് ഇറ്റ് ഗീവ്സ്. നമുക്ക് കുട്ടികളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, എൻഗേജ്ഡ് ആവുന്നത് അല്ലേ.
എനി ആക്ടിവിറ്റി എൻഗേജ്ഡ് ഇൻ ഫോർ ദ എൻജോയ്മെന്റ് ഇൻ ഗീവ്സ് അല്ലെ, തരുന്ന എൻജോയ്മെന്റ് ഏത് ആക്ടിവിറ്റി ആണോ ആ ആക്ടിവിറ്റി തരുന്ന എൻജോയ്മെന്റിന് വേണ്ടി നമ്മൾ അതിൽ എൻഗേജ് ചെയ്യുന്നു വിത്തൗട്ട് കൺസിഡറേഷൻ ഓഫ് ദി എൻഡ് റിസൾട്ട്. അവസാനം എന്തോ ആയിക്കൊള്ളട്ടെ അവൻ കളിക്കാൻ വന്നാൽ അവൻ കളിക്കും, അത്രേ അല്ലോ അല്ലേ. അതായത് അവൻ മണ്ണിൽ കളിക്കാൻ വന്നാൽ അടി കിട്ടുമെന്ന് പോലും ചിലപ്പോൾ അവൻ ചിന്തിക്കുകയല്ല, അല്ലെ കൈ അഴുക്കാവുമെന്ന് അവൻ ചിന്തിക്കുകയല്ല, അല്ലെ അവൻ കളിക്കും. പക്ഷെ എന്താണ്, അവന് എൻജോയ്മെന്റ് കിട്ടണം അല്ലെ. നോക്ക, ഇറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ടു വോളണ്ടറിലി ആൻഡ് ഈസ് ലാക്കിംഗ് ഇറ്റ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓർ കമ്പൾഷൻ. നമ്മുടെ വലിയൊരാളിൻ്റെയോ അല്ലെങ്കിൽ കൂടെ ഒരാൾ നിർബന്ധിച്ചിട്ടോ ആയിരിക്കില്ല അവനകത്ത് എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത്. വോളണ്ടറിലി അവന് തോന്നി അല്ല സ്വമേധയെ അവന് തോന്നിയിട്ടായിരിക്കും അവൻ ഏർപ്പെടുന്നത്. എന്നാൽ മാത്രമേ നമുക്കതിനെ കളി എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ, പ്ലേ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. എന്താണ്, ഒന്നുകൂടെ നോക്കാം. ഇവിടെ നിങ്ങൾ ഈ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു വെക്കുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധയോട് വായിച്ചു വയ്ക്കുക. ഇത് എലിസബത്ത് ഹർലോക്കിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷൻ ആണ്. നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നോക്കാം. ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് എനി ആക്ടിവിറ്റി എൻഗേജ് ഇൻ ഫോർ ദ എൻജോയ്മെന്റ് ഇറ്റ് ഗീവ്സ്. കണ്ടോ, എൻജോയ്മെന്റ് തരുന്നതായിരിക്കണം ഒന്ന്. അതുപോലെ വിത്തൗട്ട് കൺസിഡറേഷൻ ഓഫ് ദ എൻഡ് റിസൾട്ട്, അവസാനം എന്താവുമെന്നൊരു ചോദ്യചിഹ്നം ഇല്ല കളിയിൽ അല്ലെ. അതുപോലെ ഇറ്റ് ഈസ് എൻറ്റേർഡ് വോളണ്ടറിലി അല്ലെ, സ്വമേധയ ആയിരിക്കണം അല്ലെ. എക്സ്റ്റേണൽ ഫോഴ്സ് ഓർ കമ്പൾഷൻ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് നമ്മളെ സംബന്ധിച്ച്, കുട്ടിയെ സംബന്ധിച്ച് എന്ത് പ്ലേ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നിങ്ങളതൊരു തവണ കേട്ടു വച്ചേക്കുക, ഒന്ന് കേട്ട് മനസ്സിലേക്ക് സങ്കല്പിക്കുക. ഒരു കുട്ടി കളിക്കാൻ പോകുന്നത്, നീ പോയി മണ്ണിൽ കളിക്കടാ എന്ന് പറഞ്ഞാൽ മണ്ണിൽ കളിക്കാൻ ഇഷ്ടമില്ലാത്തവൻ കളിക്കോ? ഇല്ല. സോ എന്താ, ഫോഴ്സ് ഓർ കമ്പൾഷൻ പാടില്ല അല്ലെ. മണ്ണിൽ കളിച്ചില്ലെങ്കിൽ അടി കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന പരിപാടി അല്ല ശരിക്കും കളി. മനസ്സിലായില്ലേ? മണ്ണിൽ കളിക്കാൻ അച്ഛൻ പറഞ്ഞു, ഇനി മണ്ണിൽ കളിച്ചിട്ട് അടി കിട്ടിയാലോ എന്ന് വിചാരിച്ച് കുട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ചെയ്യുന്നതല്ല കളി. അവൻ എന്ത് വോളണ്ടറിലി ചെയ്യുന്ന കാര്യമായിരിക്കണം. അതുപോലെ എന്തിനു വേണ്ടിയായിരിക്കും അവൻ ചെയ്യേണ്ടത്? അവൻ അതിന് കിട്ടുന്ന സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ എന്ത് കൺസിഡർ ചെയ്യാൻ പാടില്ല? അത് എൻഡ് റിസൾട്ട് കുട്ടി കൺസിഡർ ചെയ്യാൻ പാടില്ല. ദിസ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് പ്ലേ. ഓക്കെ അല്ലേടാ? ഓക്കെ, ഇനി നമുക്ക് പ്ലേയെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ ഒന്നുകൂടെ വിശാലമായിട്ട് നോക്കാം. പ്ലേ ഈസ് ആൻ ആക്ടിവിറ്റി ക്യാരിഡ് ഔട്ട് ഫോർ ദ എൻജോയ്മെന്റ് ഇറ്റ് പ്രൊവൈഡ്സ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, നമുക്ക് അറിയുന്ന കാര്യം അല്ലേ. എന്താണ്, എന്തിനാ ചെയ്യുന്നത്? അത് തരുന്ന സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, കളിക്കുന്നത്. അതുപോലെ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മീൻസ് ഓഫ് സോഷ്യലൈസേഷൻ ഫോർ യങ് ചിൽഡ്രൻ്റെ സോഷ്യലൈസേഷന് അല്ലെ, ഒരുമിച്ച് കൂടിച്ചേർന്ന് സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് മീനാണ് എന്ത്, പ്ലേ എന്ന് പറയുന്നത്. വിത്തൗട്ട് പ്ലേ ഹി കനോട്ട് സോഷ്യലൈസ് അല്ലെ, ടു എൻ എക്സ്റ്റെൻറ്റ് എന്ന് വേണമെങ്കിൽ ഉറപ്പായിട്ടും പറയാം. കാര്യം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേ, സോൾട്ടറി പ്ലേ തുടങ്ങി പാരലായി പിന്നെ അത് കോപ്പറേറ്റീവ് പ്ലേയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവൻ സോഷ്യലൈസേഷൻ്റെ പാഠങ്ങൾ ഒന്നൊന്നായി പഠിക്കുകയാണ്. അപ്പോൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് പ്ലേ എന്ന് പറയുന്നത്. എന്തിൻ്റെ? ഇൻ ടേംസ് ഓഫ് സോഷ്യലൈസേഷൻ. നോക്കാം. എൻജോയ്മെന്റ് ഓഫ് ആക്ടിവിറ്റി ഈസ് ദ എസെൻഷ്യൽ എലമെന്റ് ഓഫ് ഓൾ പ്ലേ. നോക്കൂ, ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് ആക്കാം. എന്താണ്? എസെൻഷ്യൽ എലമെന്റ് ഓഫ് ഓൾ പ്ലേ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ എൻജോയ്മെന്റ് ഓഫ് ആക്ടിവിറ്റിയാണ് ഉത്തരം. എന്താണ്? എൻജോയ്മെന്റ് ഓഫ് ആക്ടിവിറ്റി. അപ്പോൾ എസെൻഷ്യൽ എലമെന്റ് അല്ലാതെ വരുന്ന കാര്യങ്ങളും ഉണ്ട് അല്ലേ. ഫിസിക്കൽ എക്സേർഷൻ എല്ലാ പ്ലേക്കും ആവശ്യമില്ല അല്ലേ. നമുക്ക് എന്താണ്, ഇമാജിനേറ്റീവ് പ്ലേക്ക് ആവശ്യമില്ല, ഫിസിക്കൽ എക്സേർഷൻ ആവശ്യമുണ്ടോ? ആലോചിച്ച് ഉണ്ട്, അതൊക്കെ അതിലേക്ക് വരാം. എന്തായാലും ഇവിടെ നോക്കാം. എൻജോയ്മെന്റ് ഓഫ് ആക്ടിവിറ്റി ഈസ് ദ എസെൻഷ്യൽ എലമെന്റ് ഓഫ് ഓൾ പ്ലേ. ഒരു പോയിന്റ് അത് ഓർത്ത് വെച്ചേക്കാൻ നമുക്കറിയാം. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ്. ക്വസ്റ്റ്യൻ വരുമ്പോൾ തിരിഞ്ഞു വരുന്നത് നോക്കാം. ചിൽഡ്രൻ പ്ലേ ഓൺലി ആസ് ലോങ് ആസ് ദ ആക്ടിവിറ്റി അമ്യൂസസ് ദം അല്ലേ. കുട്ടികൾ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതി അവനത് നിരന്തരം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഏതുവരെ അവൻ ചെയ്യത്തുള്ളൂ? അവൻ അത് ചെയ്താൽ ഒരു മനസ്സുഖം കിട്ടണം അല്ലേ. നമ്മളിപ്പോൾ അയ്യോ അങ്ങനെയല്ല, എൻ്റെ കൊച്ചാണെങ്കിൽ നിരന്തരം പേസ്റ്റ് എടുത്ത് പിതുക്കി കളയും, അവൻ എത്ര ചെയ്താലും മതിയാവുകയില്ല. എന്തുകൊണ്ടായിരിക്കും മതിയാവാത്തത്? നമ്മൾ മൈൻഡ് ചെയ്യുന്നോണ്ടാ. മനസ്സിലായില്ലേ? അവന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവന് അറ്റൻഷൻ കിട്ടും, അതുകൊണ്ടാണ് അവനെ അത് മടുപ്പിക്കാത്തത്. ചിലപ്പോൾ ഇവൻ ചെയ്യുന്നത് അറ്റൻഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കളിയായിരിക്കും അവൻ പേസ്റ്റ് പിതുക്കി കളഞ്ഞു തുടങ്ങിയത്. ഇവ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? അവനെ പോയി വാരി എടുക്കുന്നു, മാറ്റുന്നു, കഴുകുന്നു, തുടയ്ക്കുന്നു. അവനത് ഇഷ്ടപ്പെട്ടു. അപ്പൊ നോക്ക്, വാട്ട് എവർ ഇറ്റ് മേ ബി, ചിൽഡ്രൻ പ്ലേ ഓൺലി ആസ് ലോങ് ആസ് ദ ആക്ടിവിറ്റി അമ്യൂസസ് ദം. അവർ ചെയ്യുന്ന ആ ആക്ടിവിറ്റിയിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നിടത്തോളം കാലം മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു കാര്യം ചെയ്യത്തുള്ളൂ. അതുപോലെ വെൻ ദേ ബിക്കം ബോർഡ് ദേ ഡ്രോപ്പ് ദാറ്റ് വാട്ട് ദേ ആർ ഡൂയിങ് അല്ലേ. അതായത് അവന് പിന്നെ ബോറടിച്ചു, ഇനി പേസ്റ്റ് പിതുക്കിയുള്ള കാര്യമൊന്നുമില്ല, കളഞ്ഞ് അപ്പോൾ അവൻ്റെ പാട് നോക്കി അടുത്ത കാര്യം നോക്കി പോകും.
ഇത്രയേ ഉള്ളൂ. അതുപോലെ ദ ടേൺ ദെയർ അറ്റൻഷൻ ടു സംതിങ് എൽസ് വിച്ച് ദേ ഫൈൻഡ് മോർ എൻജോയബിൾ അല്ലേ, അത് കളഞ്ഞിട്ട് അപ്പുറത്ത് ആ ഒരു ഉറുമ്പ് പോകുന്നു, ഇനി ഉറുമ്പിനെ പിടിക്കാം, ഇങ്ങനെ പോകും. അതിൻ്റെ ആ ഉറുമ്പ് ചത്ത് അത് കഴിയുമ്പോഴത്തേക്ക് അവനെ കളഞ്ഞു, അത് കളയുമ്പോഴത്തേക്ക് അടുത്ത പരിപാടി പിറകെ പോകും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് കുട്ടികളെ കളി മുന്നോട്ട് പോകുന്നത്. പ്ലേ ഈസ് ആൾസോ ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദെയർ എഡ്യൂക്കേഷൻ ബിക്കോസ് വൈൽ ദേ ആർ പ്ലേയിങ് ദേ ആർ ലേണിംഗ് അല്ലേ. വളരെ അതായത് നമുക്ക് പറഞ്ഞാൽ കളി എന്ന് പറയുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. കാര്യം എന്താ, കളിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ പുതിയ കരിക്കുലം അനുസരിച്ച് കളിയിലൂടെയാണ് കുട്ടികൾ പഠിക്കുന്നത്, വർക്കിലൂടെയാണ് കുട്ടികൾ പഠിക്കുന്നത്, ആക്ടിവിറ്റിയിലൂടെയാണ് കുട്ടികൾ പഠിക്കുന്നത് അല്ലേ. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ കളിയിലൂടെ പഠിച്ച് വരുന്നുണ്ട്. ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കാര്യങ്ങൾ അല്ലേ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. അതുപോലെ ദ പ്ലേ ആക്ടിവിറ്റീസ് ഓഫ് ചിൽഡ്രൻ വേരി അക്കോർഡിംഗ് ടു ദെയർ ഡെവലപ്മെന്റൽ സ്റ്റേജസ് അല്ലേ. ഡെവലപ്മെന്റ് സ്റ്റേജസ് എവിടെയാണോ അല്ലെ എങ്ങനെയാണോ കുട്ടികൾ നിൽക്കുന്നത് അതിനനുസരിച്ച് ആ കുട്ടികളുടെ പ്ലേ ആക്ടിവിറ്റീസും എന്തായിരിക്കും, വേരി ചെയ്തുകൊണ്ടേയിരിക്കും, മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട അല്ലേ. നമുക്കറിയാം ഒരു 4-5 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ എന്ത് ചെയ്യും, കൊച്ചുങ്ങൾ പരസ്പരം കളിക്കും. അത് മുന്നേക്കാൻ കൊച്ചു ഒറ്റ കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരെന്താണ് കളിയൊക്കെ മതിയാക്കി, വലിയ കളിയൊക്കെ മതിയാക്കി അതൊക്കെ ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിരിക്കും. ഡേ ഡ്രീമിങ് ഈസ് ആൾസോ പ്ലേ കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഡെവലപ്മെന്റൽ സ്റ്റേജ് അനുസരിച്ച് എന്ത് സംഭവിക്കും, ഈ കാര്യങ്ങളും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ നോക്കാം, നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം പ്ലേയിനെ. ഒന്ന് ആക്റ്റീവ് പ്ലേയും 2 പാസീവ് പ്ലേയും. അപ്പോൾ ആക്റ്റീവ് പ്ലേയിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. എക്സ്പ്ലോറേറ്ററി പ്ലേ ഉണ്ട്, ഫിസിക്കൽ പ്ലേ ഉണ്ട്, ക്രിയേറ്റീവ് പ്ലേ, ഇമാജിനേറ്റീവ് പ്ലേ, മാനിപ്പുലേറ്റീവ് പ്ലേ, സോഷ്യൽ പ്ലേ ആൻഡ് കളക്ടിങ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ NCERT പറയുന്നത്. അപ്പോൾ NCERT ആണ് നമ്മൾ ആദ്യം തീർക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കുള്ള NCERT ആണ്. NCERT സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ഇത് അടിസ്ഥാനമായിട്ട് പഠിച്ചു വയ്ക്കുക, അതിനുശേഷം മാത്രം നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ഓക്കെ, അപ്പോൾ NCERT പറയുന്നു ആക്റ്റീവ് പ്ലേ ഇത്രയും ടൈപ്സ്. അതിനോടൊപ്പം നമ്മൾ ഇന്നൊരു 6 സ്റ്റേജസ് ഓഫ് പ്ലേയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നോക്കാം, ആക്റ്റീവ് പ്ലേ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, ആ പേരിൽ തന്നെയുണ്ട്. ഇതെല്ലാ പേരിലുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കുഴപ്പം, പേരിലുള്ളത് കൊണ്ട് പേര് ചോദിക്കുകയില്ല, പകരം എന്ത് ചോദിക്കും, ഉദാഹരണം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്, മനസ്സിലായില്ലേ. നോക്കാം, ഇൻ ആക്റ്റീവ് പ്ലേ ചിൽഡ്രൻ ഗെറ്റ്സ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം വാട്ട് ദേ ഡു അല്ലെ, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്, സാറ്റിസ്ഫാക്ഷൻ നേടുന്നത്. പക്ഷേ എന്താ പാസീവ് പ്ലേയിൽ, ഹിയർ ദ ചൈൽഡ് ഈസ് സിംപ്ലി വാച്ചിങ് ദ പ്ലേ അല്ലേ. ഒന്നുകിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ കളിക്കുന്നുണ്ട്, അങ്ങനെ ലുക്കിംഗ്, ഹി ഈസ് നോട്ട് ആക്റ്റീവ്ലി ഇൻവോൾവിങ് ഇൻ ഇറ്റ്. ഓക്കെ, അതാണ് പാസീവ് പ്ലേ. അപ്പം നോക്കാം, ഇൻ ദിസ് ദ ചൈൽഡ് ഡസ് സംതിങ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആക്റ്റീവ് പ്ലേ എന്ന് പറയുമ്പോൾ അവൻ എന്തോ ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ നോക്കാം, എക്സ്പ്ലോറേറ്ററി പ്ലേ 1, അടുത്ത ഫിസിക്കൽ പ്ലേ 2, ക്രിയേറ്റീവ് പ്ലേ 3, ഇമാജിനേറ്റീവ് പ്ലേ, മാനിപ്പുലേറ്റീവ്, സോഷ്യൽ പ്ലേ ആൻഡ് കളക്ടിങ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ആക്റ്റീവ് പ്ലേ കീഴിൽ വരുന്നത്. ഇനി നമുക്ക് പാസീവ് പ്ലേ ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ഇവിടെ എന്താ സംഭവം, ഹിയർ ദ ചൈൽഡ് ഈസ് സിംപ്ലി വാച്ചിങ് ദ പ്ലേ അല്ലേ. അവൻ എന്ത് ചെയ്യുന്നു, അവൻ കളി കാണുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ. കളിക്കാൻ ഈ പ്രായത്തിൽ ഞാനില്ല മക്കളെ, നിങ്ങൾ കളിച്ച ഞാൻ കളി കണ്ടോളാം അല്ലേ. ഹീസ് സിംപ്ലി വാച്ചിങ് ദ പ്ലേ. കണ്ടോ, ഈ പിള്ളേർ കളിക്കുന്നു, ആ കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. ചിൽഡ്രൻ പ്ലേ എ പാസീവ് റോൾ ഇൻ അമ്യൂസ്മെന്റ്സ് ഓർ പാസീവ് പ്ലേ അല്ലേ. ചിൽഡ്രൻ പ്ലേ എ പാസീവ് റോൾ ഇൻ അമ്യൂസ്മെന്റ്സ് അല്ലേ. ഈ പാസീവ് പ്ലേയിൽ എന്താണ്, അവർക്കൊരു പാസീവ് റോൾ മാത്രമേ ഉള്ളൂ, പക്ഷെ സന്തോഷം കിട്ടുന്നുണ്ട്. നോക്കാം, ദ എൻജോയ്മെന്റ് കംസ് ഫ്രം വാച്ചിങ് ഓർ ലിസണിങ് ടു അതേഴ്സ് അല്ലേ. മറ്റുള്ളവനെ എന്ത് വാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അവനോട് അവൻ പറയുന്നത് കേൾക്കുകയോ ചെയ്തുകൊണ്ട് അവൻ സന്തോഷം കണ്ടെത്തുന്നത്. അതുപോലെ എന്താണ്, ലുക്കിംഗ് അറ്റ് പിക്ചേഴ്സ്, പടങ്ങൾ നോക്കി സന്തോഷിക്കുക. അതുപോലെ ലിസണിങ് ടു സ്റ്റോറീസ്, കഥകൾ കേൾക്കുക. ലുക്കിംഗ് അറ്റ് കോമിക്സ് ഇങ്ങനെ നോക്കുക അല്ലേ, കോമിക്സ് നോക്കുക. ലിസണിങ് ടു മ്യൂസിക്, പാട്ട് കേൾക്കുക. വാച്ചിങ് ടെലിവിഷൻ, പിന്നെ തന്നെ മൊബൈൽ നോക്കുക, റീൽസ് കാണുക അല്ലെ. ഇത്രയും കാര്യങ്ങൾ എക്സെട്ര ആണ് എക്സാമ്പിൾസ് ഓഫ് പാസീവ് പ്ലേ. കണ്ടോ, റീൽസ് കാണൽ മാത്രമേ ഉള്ളൂ, കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നത് അതിൽ പെടുകയില്ല കേട്ടോ. റീൽസ് കാണലും എന്തിലാണ്, പാസീവ് പ്ലേയിൽ ഉൾപ്പെടുന്ന സാധനമാണ്. അതുപോലെ നോക്ക്, ഡേ ഡ്രീമിങ്, ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂളിൽ പോണ സമയത്ത് കൊച്ചുങ്ങൾ എന്ത് ചെയ്യും, ഈ മറ്റുള്ള ഈ ഫിസിക്കൽ പ്ലേ ഒഴിവാക്കിയിട്ട് അവൻ കുറേ പാസീവ് പ്ലേയിലേക്ക് പോകും അല്ലേ. ഡേ ഡ്രീമിങ് ഈസ് എ ഫോം ഓഫ് മെന്റൽ പ്ലേ ഈസ് ആൾസോ എ പാസീവ് പ്ലേ. നോക്കാം, വെൻ ദ ചൈൽഡ് എൻറ്റേഴ്സ് ദ സ്കൂൾ മേക്ക് ബിലീവ് പ്ലേ ലോസസ് ഇറ്റ്സ് ചാം ആൻഡ് ഡ്രീമിങ് ടേക്സ് ഇറ്റ്സ് പ്ലേസ് അല്ലേ. നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ നമുക്ക് എന്താണ് കൂടുതലും പിന്നെ ഡ്രീമിങ് ആണ്. കൊച്ചുങ്ങൾ ക്ലാസ് ചെയ്യുന്നിട്ട് എന്തിനാ ക്ലാസ്സിൽ നിന്ന് ആലോചിക്കണത്, പിള്ളേർ ടീച്ചർമാർ എപ്പോഴും നമ്മളെ ചോദിക്കാമല്ലോ, നമ്മൾ ഡേ ഡ്രീം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും വൈകുന്നേരം എന്തുണ്ടാകും, വൈകുന്നേരം മീൻ പൊരിച്ച് വെച്ചേക്കും അമ്മ. ഇതാണ് നമ്മൾ ആലോചന. എൻ്റെയൊക്കെ ഡേ ഡ്രീം ഇതാണ്. അതായത് ഒരു 5 കോടി ലോട്ടറി അടിക്കുന്നു. 5 കോടി ലോട്ടറി. അന്ന് 5 കോടി വേണ്ട കേട്ടാ, അന്ന് എനിക്ക് തോന്നുന്നു 1 കോടി
ഒരു കോടി ലോട്ടറി അടിക്കുന്നു, 50 ലക്ഷം രൂപ ബാങ്ക് ഇടുന്നു. അടിപൊളി, 50 ലക്ഷം വാങ്ങി ഇത്ര പലിശ കിട്ടും. ഓക്കെ, എന്നിട്ട് ബാക്കി 50 ലക്ഷം രൂപയ്ക്ക് കുറേ സ്ഥലം മേടിച്ചിട്ട് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ടാക്കുന്നു. അവിടെ നമ്മൾ ഇരുട്ട് വെളുക്കെ ക്രിക്കറ്റ് കളിക്കണം. ഇതെൻ്റെ കുറേ കാലം കണ്ട ഡേ ഡ്രീമാണ്. എന്തെങ്കിലും ഒരു പക്ഷേ അങ്ങനെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ഓക്കെ, എന്തായാലും അതൊരു ഡേ ഡ്രീം ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിരുന്നതായിരിക്കും അതുപോലെ ഡേ ഡ്രീംസ് അല്ലേ? ഡേ ഡ്രീംസ് ആൾസോ എന്താണ്, ഒരു പാസീവ് പ്ലേ ആണ് അല്ലേ? നമുക്ക് പ്രത്യേകിച്ച് ഇൻവോൾവ്മെന്റ് ഒന്നും അവിടെ ഇല്ല. നോക്കാം, കുട്ടി സ്കൂളിലേക്ക് കയറുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കും? മേക്ക് ബിലീവ് പ്ലേക്ക് അതിന്റെ ചാം നഷ്ടപ്പെടുന്നു. സാധാരണ ഈ കുട്ടികളുടെ എല്ലാം പ്ലേക്ക് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ആക്റ്റീവ് പ്ലേക്ക് വിളിക്കുന്ന സംഗതി എന്താ? കൂടുതൽ എന്താണ്? മേക്ക് ബിലീവ് പ്ലേസ് എന്ന് പറയുന്ന സംഗതികൾ. അപ്പൊ എന്താ മേക്ക് ബിലീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതും ചെയ്തിട്ടുള്ള കാര്യം അല്ലേ? നമ്മുടെ കുട്ടികൾ ഇപ്പം ഉദാഹരണം എൻ്റെ മോൻ ചന്ദനു, അവന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അവന്റെ ഒരു നൂല് കിട്ടി കഴിഞ്ഞാൽ നൂല് വെച്ച് അവൻ ഒരു കെട്ട് കെട്ടിയിട്ട് ആ മുകളിൽ മുത്തൊക്കെ വെച്ചിട്ട് അവൻ ഒരു കളിപ്പാട്ടം ഉണ്ടാക്കും. ഇത് അവനെ സംബന്ധിച്ച് അവൻ്റെ സൂപ്പർ ഹീറോ ആണ്. അപ്പോൾ ഈ ഒറ്റയ്ക്കുന്ന സമയത്ത് അവൻ ഇരുന്ന് കളിക്കുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മേക്ക് ബിലീവ് ആണ്. കാരണം അവൻ ആ ഒരു റിയൽ വേൾഡിൽ അവൻ ഉണ്ട്, അവൻ്റെ സൂപ്പർ ഹീറോ ഉണ്ട്. ഈ സൂപ്പർ ഹീറോ ചാടുന്നു, അവൻ അങ്ങോട്ട് എടുത്ത് വെക്കുന്നു, ചാടുന്നു, മറിയുന്നു അല്ലേ? ഇത്തരത്തിലൊരു റോൾ പ്ലേ മോഡലാണ് എന്ത് മേക്ക് ബിലീവ് പ്ലേ. നോർമലി നമ്മുടെ കുട്ടികളുടെ പൊതുവായിട്ടുള്ള ആ പ്ലേക്ക് എല്ലാം മൊത്തത്തിൽ ഒരു മേക്ക് ബിലീവ് ചാരുതയുണ്ട് അല്ലേ? അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. പക്ഷെ അതിൻ്റെ ആ ചാരുത എപ്പോൾ നഷ്ടപ്പെടും? സ്കൂളിൽ പോകുമ്പോൾ സാധാരണ കുറയും അല്ലേ? അതേസമയം അതിന് പകരം എന്ത് വരും? ഡ്രീമിങ് അതിൻ്റെ ഒരു ഭാഗത്തേക്ക് വരും എന്ന് ആര് പറയുന്നു? നമ്മുടെ NCERT പറയുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിൽ അത്ര കണ്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കില്ല. കാരണം എൻ്റെ മോൻ ഇപ്പോഴും സ്കൂളിൽ പോകണമെങ്കിലും അവൻ ഇപ്പോഴും മേക്ക് ബിലീവ് പ്ലേയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പാസീവ് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് പാസീവ് പ്ലേ എന്ന് പറയുമ്പോൾ? ഇതാണ് കുട്ടി ഇത് കാണുന്നത് മാത്രമേ ഉള്ളൂ. അമ്യൂസ്മെന്റ് അവൻ ഒന്നും ചെയ്തിട്ടല്ല അവൻ അമ്യൂസ്മെന്റ് വരുന്നത്. ഓക്കെ, ആക്റ്റീവ് പ്ലേ എന്ന് പറയുമ്പോൾ കുട്ടി എന്തോ ചെയ്യുന്നുണ്ട്, ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ അതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് പ്ലേസ് നോക്കാം. ഫസ്റ്റ് വൺ എക്സ്പ്ലോറേറ്ററി പ്ലേ അല്ലെ? എക്സ്പ്ലോറേഷൻ. അപ്പൊ ഈ കുട്ടി എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നോക്കാം, ദിസ് ഇനേബിൾസ് എ ചൈൽഡ് ടു എക്സ്പ്ലോർ തിങ്സ് ആൻഡ് ദ എൻവയോൺമെന്റ്. അതായത് മണ്ണിൽ കളിക്കുന്നു, എക്സ്പ്ലോറേറ്ററി പ്ലേ ആണ് അല്ലേ? മണ്ണ് ഒരു കല്ലെടുത്ത് എറിഞ്ഞു അല്ലേ? അത് എന്നാൽ മാത്രമേ അവന്റെ ചുറ്റാകുള്ള സാധനങ്ങളുടെ സൈസും ഷേപ്പും ടെക്സ്ചറും ഒക്കെ അവൻ അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ? മണ്ണിൽ കളിക്കണോ? കൊച്ചിന് മണ്ണിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവന് പഠിക്കുന്ന മണ്ണിൽ കളിച്ചേ പറ്റത്തുള്ളൂ. എന്നാലേ മണ്ണ് എങ്ങനെ ഇരിക്കുന്നത് അറിയാൻ പറ്റുള്ളൂ അല്ലേ? നോക്കാം, ഈ എക്സ്പ്ലോറേറ്ററി പ്ലേ ദിസ് എനാബിൾസ് എ ചൈൽഡ് ടു എക്സ്പ്ലോർ തിങ്സ് ആൻഡ് ദ എൻവയോൺമെന്റ്. ഒരു കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ പിടിച്ച് ഒക്കെ നോക്കി അതിനെ പൊളിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലേ? അതാണ് സംഭവം. നോക്കാം, പ്ലേയിങ് വിത്ത് എ ടോയ് ഹെൽപ്സ് ടു ഡിസ്കവർ ഇറ്റ് സൈസ്, ഷേപ്പ്, ടെക്സ്ചർ, കളർ ആൻഡ് ഹൗ ദേ ആർ മെയ്ഡ്, വാട്ട് ഹി ഓർ ഷീ ക്യാൻ ഡു വിത്ത് ദം അല്ലേ? ഒരു ടോയ് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ നോക്കും? അതിങ്ങനെ എടുത്ത് നോക്കും, പിടിച്ചു നോക്കും, ഉരച്ച് നോക്കും അല്ലേ? അതെന്താണെന്ന് നോക്കും, അതിൻ്റെ കളർ നോക്കും. കൂടുതൽ വലിയ മിടുക്കനാണെങ്കിൽ അവൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാൻ വേണ്ടി അത് ഇളക്കാൻ നോക്കും അല്ലേ? അത് കഴിഞ്ഞിട്ട് അവൻ എന്തൊക്കെ അത് ചെയ്യാൻ നോക്കാം. ഓടിക്കാൻ പറ്റുമെങ്കിൽ അവൻ ഓടിച്ച് കളിക്കും അല്ലേ? യെസ്, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ്പ്ലോറേറ്ററി പ്ലേ എന്ന് വിളിക്കുക. ഓരോന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ സാറേ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നാം. പക്ഷേ ചോദ്യങ്ങൾ വരുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കണം. എക്സ്പ്ലോറേറ്ററി പ്ലേ അല്ലേ? പുതിയ കാര്യം കണ്ടെത്താൻ എക്സ്പ്ലോറേഷൻ. ഓക്കെ, അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ പേസ്റ്റ് എടുത്ത് ഞെക്കി അവിടെ എവിടെയൊക്കെ ഇടുന്നു. പേസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഞെക്കി ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നവൻ അറിയണ്ടേ? എക്സ്പ്ലോറേറ്ററി പ്ലേ ആണ്. ഉദാഹരണം കണ്ടിട്ട് ഏറ്റവും ആപ്റ്റായി തിരഞ്ഞെടുക്കണം. നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ഫിസിക്കൽ പ്ലേ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാര്യം എന്താ? ഇവിടെയുള്ള ചോദ്യം ഇതാണ്, ഗ്രോസ് മോട്ടോർ സ്കിൽസിനെ വളരെയധികം അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള പ്ലേ ടൈപ്പാണ് ഫിസിക്കൽ പ്ലേ. നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ളതും ഓടിക്കളിക്കുക, ചാടിക്കളിക്കുക, ഇതെല്ലാം ഫിസിക്കൽ പ്ലേയിൽ ഉൾപ്പെടും അല്ലേ? ദിസ് ഈസ് എ പ്ലേ ഇൻ വിച്ച് എ ചൈൽഡ് ഈസ് ആക്റ്റീവ്ലി മൂവിങ് അറൗണ്ട് അല്ലേ? റണ്ണിങ്, ജമ്പിങ്, ക്ലൈംബിങ്, ക്രോളിങ്, ബാലൻസിങ്, സ്വിങ്ങിങ്, ത്രോയിങ് എ ബോൾ എക്സെട്ര. ദിസ് ടൈപ്പ് ഓഫ് പ്ലേ എൻകറേജസ് ഡെവലപ്മെന്റ് ഓഫ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു പോയി അല്ലേ? ഫിസിക്കൽ പ്ലേ ഈസ് ആൾവേസ് അസോസിയേറ്റഡ് വിത്ത് എന്താണ്? ഗ്രോസ് മോട്ടോർ സ്കിൽസ് അല്ലെങ്കിൽ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ്. ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ട്, ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ട്. ഒരു സൂചി എടുക്കാൻ വേണ്ടി കുട്ടിയെ പ്രേരിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. അപ്പോൾ എന്താ? അത് പിൻസർ ഗ്രാസ്പ്. ഇതെല്ലാം ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്സ് ആണ്. ഇപ്പോൾ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ്സ് അതല്ല, നമ്മുടെ എന്താണ് കൈയുടെയും കാലിൻ്റെയും ബോഡിയും ട്രങ്കിൻ്റെ ഒക്കെ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റും ബാലൻസിനൊക്കെ വേണ്ടി ഡെവലപ്മെന്റ് അല്ലേ? അതാണ് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ്. അപ്പോൾ ഫിസിക്കൽ പ്ലേ ഓടി ചാടിയൊക്കെ നടന്നാൽ മാത്രമേ കൊച്ചുങ്ങളെ കയ്യും കാലൊക്കെ സെറ്റായി വരുള്ളൂ എന്ന് പറയത്തില്ലേ? അത്രേ ഉള്ളു കാര്യം. ഓടിച്ചാടി എല്ലാം കളിക്കണം കുട്ടികൾ. നോക്കുക, റണ്ണിങ്, ജമ്പിങ്, ക്ലൈംബിങ്, ക്രോളിംഗ്, ബാലൻസിങ്, സ്വിങ്ങിങ്, ത്രോയിങ് എ ബോൾ എറ്റ്സെട്ര. ഇതെല്ലാം എന്തിൽ വരും? ഫിസിക്കൽ പ്ലേയിൽ വരും. ഇതെല്ലാം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും there is an involvement of our
മസിൽസ് അല്ലേ, മസിൽസിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ള സാധനങ്ങളെ എന്ത് വിളിക്കുക? ഫിസിക്കൽ പ്ലേ എന്ന് വിളിക്കുക. നമുക്ക് ജമ്പിങ് മസിൽസിന് ഇൻവോൾവ്മെന്റ് അല്ലേ, റണ്ണിങ് ഉണ്ട്, ക്ലൈംബിംഗ് ഉണ്ട്, ക്രോളിംഗ് ഉണ്ട്, ബാലൻസിംഗ് ഉണ്ട്, എല്ലാത്തിലും മസിൽസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ ഫിസിക്കൽ പ്ലേയുടെ എക്സാമ്പിൾ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ. ഇനി നോക്കാം, ക്രിയേറ്റീവ് പ്ലേ, എക്സ്പ്ലോറേറ്ററി പ്ലേയും ക്രിയേറ്റീവ് പ്ലേയും തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല. എന്താ എക്സ്പ്ലോറേറ്ററി? നമ്മുടെ കയ്യിലൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് എങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പഠിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് എക്സ്പ്ലോറേറ്ററി പ്ലേ അല്ലേ. അപ്പോൾ എന്താ ക്രിയേറ്റീവ് പ്ലേ നോക്കാം. ക്രിയേറ്റീവ് പ്ലേ ഈസ് വൺ ഇൻ വിച്ച് ദ ചൈൽഡ് മേക്ക് സംതിങ് ന്യൂ ബൈ എക്സ്പ്രസിംഗ് ഹിസ് ഓർ ഹർ ഓൺ ഐഡിയാസ് ആൻഡ് ഫീലിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, അവന്റെ കയ്യിൽ ഒരു കല്ല് കിട്ടിക്കഴിഞ്ഞാൽ അവന് ഒരു വൃത്തം വരയ്ക്കാൻ തോന്നി. മുമ്പ് കണ്ടത് കാറിന്റെ ഡോറാണ്, അവൻ അത് നോക്കിയില്ല, അവൻ വൃത്തം വരച്ചു, നടുക്കൊരു വര ഇട്ടു. അത് അവന്റെ ഐഡിയ ആൻഡ് ഫീലിങ്സ് ആണ് അല്ലേ. അവൻ എന്ത് ചെയ്യുന്നു? ഒരു പുതിയ കാര്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതേപോലെ ഒരു ചുമര് കണ്ടപ്പോഴത്തേക്കും കൈ കിട്ടിയ പേസ്റ്റ് ആണ്, അത് വെച്ചിട്ട് അവൻ ഒരു ചിത്രം വരയ്ക്കാൻ, എന്തെങ്കിലും വരയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു. അതാണ് മക്കളെ എന്ത്? ക്രിയേറ്റീവ് പ്ലേ. യങ് ചിൽഡ്രൻ മേക്ക് മെനി തിങ്സ് വിത്ത് ബ്ലോക്സ്, സാൻഡ്, മഡ്, ക്ലേ, ബീഡ്സ്, പെയിന്റ്സ്, പേസ്റ്റ് ആൻഡ് ക്രയോൺസ്. ഇതെല്ലാം വെച്ചിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അതിനെയാണ് ക്രിയേറ്റീവ് പ്ലേ എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് പ്ലേ എന്ന് പറയുന്നതാണ് ക്രിയേറ്റീവ് പ്ലേ. എന്താണ് ക്രിയേറ്റീവ് പ്ലേ? എന്താണ്? ദ ചൈൽഡ് ടു മേക്ക് സംതിങ് ന്യൂ അല്ലെ. അവന്റെ ശ്രദ്ധിക്കുക, അവിടെ എന്താണ്? അവന്റെ ഓൺ ഐഡിയാസ് ആൻഡ് ഫീലിങ്സ് ആണ് എന്ത് ചെയ്യുന്നത്? അതിനകത്ത് അവൻ എക്സ്പ്രസ് ചെയ്യുന്നത്, ആ കുട്ടിയനകത്ത് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ അടുത്ത് ഒരു പടം വരയ്ക്കാൻ പറഞ്ഞാൽ അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും അവൻ്റെ മാനസികാവസ്ഥ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലെല്ലാം ഉള്ള സ്റ്റഡീസ് ഇപ്പോൾ ഉണ്ട്. അതോടെ നിൽക്കട്ടെ. എന്നാലും ക്രിയേറ്റീവ് പ്ലേ നമ്മൾ പറഞ്ഞതാണ് ക്രിയേറ്റീവ് പ്ലേ ഈസ് വൺ ഇൻ വിച്ച് ദ ചൈൽഡ് മേക്ക് സംതിങ് ന്യൂ ആൻഡ് നോക്കാം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവളുടെ ഐഡിയാസ് അല്ലെങ്കിൽ ഫീലിങ്സ് ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. ഉദാഹരണം, ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള കളി എന്താണ്? ക്രിയേറ്റീവ് പ്ലേ ആണ്. എന്താണ്? മുത്ത് കോർക്കുക, അതുപോലെ എന്താണ് പെയിന്റ് എടുത്തിട്ട് ചിത്രങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രം വേണമെന്നില്ല, ഒരു രൂപം ഉണ്ടാക്കുക, മഡ് ഇങ്ങനെ ഉരുട്ടി ഉണ്ടാക്കി വെക്കുക അല്ലെ, ക്ലേ വെക്കുക, അല്ലെങ്കിൽ ബീഡ്സ്, അതുപോലെ എന്താണ് ക്രയോൺസ് വെച്ചിട്ടുള്ള പരിപാടി, അവൻ്റെ കലാപരിപാടി എല്ലാം ക്രിയേറ്റീവ് പ്ലേയിൽ പെടും എന്നുള്ള കാര്യമാണ്. ഇന്നലെ എൻ്റെ കൊച്ചു നടത്തിയ ക്രിയേറ്റീവ് പ്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അവൻ മരുന്ന് കുപ്പി എടുത്തിട്ട് നമ്മുടെ ഒരു ടി വിയുടെ താഴെ ഇരിക്കുന്ന സാധനം അതിനകത്ത് ഇങ്ങനെ ചിത്രമൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഒരു പൗഡർ കൊണ്ടുപോയി മുകളിൽ നിന്ന് താഴെ വരെ തട്ടിയിട്ട് മൊത്തത്തിൽ വെള്ള കളറാക്കി അതിൻ്റെ സ്റ്റെയർ മൊത്തം മാറ്റി. ഇങ്ങനെയൊക്കെയുള്ള ക്രിയേറ്റീവ് പ്ലേ ആണ് ഇന്നലെ എൻ്റെ ഇളയ മോൻ കാഴ്ചവെച്ചത്. ഓക്കെ, അപ്പോൾ അതേപോലെ നിങ്ങൾ ക്രിയേറ്റീവ് പ്ലേ ഉറപ്പായിട്ടും നിങ്ങൾ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. അതുപോലെ ഇമാജിനേറ്റീവ് പ്ലേ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇതവൻ്റെ ഇമാജിനേഷനിൽ ശ്രദ്ധിക്കൂ. ഇത് റോൾ പ്ലേ എന്ന് വിളിക്കാം നമുക്ക്. റോൾ പ്ലേ അല്ലേ. നമ്മൾ പണ്ട് അച്ഛനും അമ്മയും കളിക്കൂലേ കുട്ടികൾ, അല്ലെങ്കിൽ വീടുണ്ടാക്കി കളിക്കൂലേ. വീടുണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ, മണ്ണ് പാത്രത്തിൽ ചോറുണ്ടായിരിക്കും, അതിൽ നമ്മൾ ചോറ് കാണും, അതിൽ നമുക്ക് കുട്ടിക്ക് അത് കാണാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് ഇത് കിഴങ്ങ് കേട്ടാ, ഞാൻ കിഴങ്ങുണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഒരാൾ കിഴങ്ങുണ്ടാക്കും. കിഴങ്ങ് ഇളക്കുക, ഒരു കമ്പൊക്കെ ഇട്ട് കിഴങ്ങിളക്കണ്ടേ പിന്നെ. അപ്പോൾ ഇവൻ കാണുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനുകരിക്കും അല്ലേ. അനുകരിച്ച കളിയാണ് ഇമാജിനേറ്റീവ് പ്ലേ. നോക്കാം. ദ ചൈൽഡ് ഇമാജിൻസ് ആൻഡ് ആക്ട് ആസ് സംവൺ എൽസ് ഓർ ആസ് ആൻ അനിമൽ അല്ലെ. ഒരു അനിമലായിട്ടോ മറ്റുള്ളവരായിട്ടോ ആക്ട് ചെയ്യുന്നു അല്ലേ. നമ്മൾ ഡോക്ടറും രോഗിയും കളിച്ചിട്ടില്ലേ? നമ്മൾ ഈ സാധനമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ ഡോക്ടർ കളിക്കും അല്ലേ. യെസ്, അത് തന്നെയാണ് സാധനം. നോക്കാം. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഡ്രാമാറ്റിക് പ്ലേ, റോൾ പ്ലേ ഓർ പ്രിറ്റൻഡ് ടു പ്ലേ. 3 പേരുണ്ട്. എന്തൊക്കെയാണ്? ഞാൻ ഈ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. ഡ്രാമാറ്റിക് പ്ലേ അല്ലേ, ഡ്രാമ കളിക്കുന്നത് പോലെയുള്ള കളി, അല്ലെങ്കിൽ റോൾ പ്ലേ അല്ലേ, അല്ലെങ്കിൽ പ്രിറ്റൻഡ് പ്ലേ അഭിനയിച്ചുള്ള കളി അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഇറ്റ്സ് ആൾസോ നോൺ ആസ് ഡ്രാമാറ്റിക് പ്ലേ, റോൾ പ്ലേ ഓർ പ്രിറ്റൻഡ് പ്ലേ. നോക്കാം. അപ്പോൾ എന്താണ് ഈ 3 പേര് പഠിച്ചിരിക്കുക? ചോദ്യമാണ് കേട്ടോ. എന്തൊക്കെയാണ്? റോൾ പ്ലേ, ഡ്രാമാറ്റിക് പ്ലേ ആൻഡ് പ്രിറ്റൻഡ് പ്ലേ അല്ലേ. ഈ 3 പേരിലും ഇത് എന്ത്? ഇമാജിനേറ്റീവ് പ്ലേ അറിയപ്പെടുന്നുണ്ട്. ഇമാജിനേറ്റീവ് പ്ലേ ഈ 3 പേരിലും അറിയപ്പെടുന്നു. നോക്കാം. ഇറ്റ് ഹെൽപ്സ് ദം ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പീപ്പിൾ ബിഹേവ് ആൻഡ് ആൾസോ ദ വേൾഡ് അറൗണ്ട് ദം. അവൻ്റെ ചുറ്റാകെയുള്ള ആ ഒരു ലോകം എങ്ങനെയാണ്, മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് എന്ന് അവന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു അല്ലേ. നമ്മളിപ്പോൾ എന്തായാലും അവൻ ടി വിയിലും മറ്റോ കാണുന്ന സാധനം വെച്ചിട്ടായിരിക്കും അവൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവൻ ഇപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ പോയി 2-3 തവണ പോയി. അവൻ്റെ കൂട്ടുകാരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ആശുപത്രി കളിച്ചാലോ. അപ്പോൾ ഇവനെല്ലാവർക്കും അറിയാം എന്താണ് അവിടെ നടക്കുന്നത്. ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ഇരിക്കൂ. അപ്പോൾ നമ്മൾ ഇരിക്കും അല്ലേ. അപ്പോൾ കുഴൽ വെച്ച് നോക്കുക, അതിനാണ് ഒരു കുറിപ്പ് എഴുതുക, അപ്പുറത്തോട്ട് കൊടുക്കൂ അല്ലേ.
അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു ഇതിനകത്തൂടെ അവൻ്റെ ചുറ്റാകെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണല്ലേ ഇമാജിനേറ്റീവ് പ്ലേയിലൂടെ. നോക്കാം, ദ ചൈൽഡ് ആക്ട്സ് ഔട്ട് അഡൽട്സ് റോൾസ് ലൈക്ക് ഡോക്ടർ, ടീച്ചർ, നഴ്സ് ആൻഡ് സോ ഓൺ അല്ലേ. ചില പോലീസായിട്ട് അഭിനയിക്കും, കളഞ്ഞു പഠിച്ചല്ലേ. യെസ്, ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള റോളെല്ലാം ഈ കുട്ടി അഭിനയിക്കും അല്ലേ. അതുപോലെ ബൈ എക്സ്പ്രസിംഗ് ദംസെൽസ് ഇൻ ദിസ് വേ ദ ചൈൽഡ് പ്രോഗ്രസസ് ഹിസ് ഇമോഷണൽ ഡെവലപ്മെന്റ്. ഇമ്പോർട്ടൻ്റ് ആണേ, ശ്രദ്ധിച്ചോളാം. ബൈ എക്സ്പ്രസിങ് ദിസ് വേ അല്ലെ, ഈ ഒരു ഇങ്ങനെ അവർ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ എന്തിന്റെ പ്രോഗ്രസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇമോഷണൽ ഡെവലപ്മെന്റിനെ അല്ലെ, കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ അത് സഹായിക്കുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് കണ്ടോ, അവൻ ഇത്രയും സാധനം ചെയ്തു വെച്ചപ്പോഴത്തെ അവന്റെ വിചാരം അവൻ സ്പേസിലെത്തി, അവൻ സ്പേസിൽ നിൽക്കുകയാണെന്നാണ്. അവൻ എന്താണ് ഒരു ആസ്ട്രോനറ്റിന്റെ വേഷമൊക്കെ ഇട്ട് ഞാൻ നിൽക്കുകയാണ് അല്ലേ ആ കുട്ടി. ഓക്കെ, അപ്പോൾ അതാണ് ഇമാജിനേറ്റീവ് പ്ലേ എന്ന് പറയുന്നത്. അതുപോലെ റീഡിങ് സ്റ്റോറീസ് ആൻഡ് ലിസണിങ് ടു സ്റ്റോറി ടേപ്സ് വിൽ ഡെവലപ്പ് ദ ഫാക്കൽറ്റി ഓഫ് ഇമാജിനേഷൻ. നമുക്ക് കഥകൾ വായിക്കുന്നതോ അതുപോലെ കഥകൾ കേൾക്കുന്നതോ ഉറപ്പായിട്ടും എന്തിന് നമ്മുടെ ഇമാജിനേഷനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് കുട്ടിക്കാലത്തെ നമുക്ക് ഈ വായനാശീലം എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇമാജിനറി പവർ ആ കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ആക്കിയെന്ന് ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെ ആയിരിക്കും ഞാൻ കരുതുന്നത്. കാര്യം അവനെ സംബന്ധിച്ച് കളിക്കാൻ ഏറ്റവും റെഡിമെയ്ഡായിട്ട് എന്തുണ്ട്, മൊബൈൽ ഫോണുണ്ട്, അതുപോലെ കാർട്ടൂണുണ്ട്. പണ്ടൊക്കെ കാർട്ടൂൺ ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഇരിക്കുമല്ലേ, പക്ഷേ കാർട്ടൂൺ എന്ന് ഞായറാഴ്ച വൈകുന്നേരം മാത്രമേ കാർട്ടൂൺ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് അത് അയലത്തെ വീട്ടിൽ പോയാൽ മാത്രമേ കാർട്ടൂൺ കാണാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ നമുക്ക് ഫുൾ ടൈം കാർട്ടൂൺ നമ്മൾ ഫുൾ ടൈം കാർട്ടൂൺ കാണുമ്പോഴത്തേക്കും അതിനകത്ത് ഇമാജിനേഷൻ നടക്കും. പക്ഷേ ഈവൻ ദോ ആ വിഷ്വൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ വിഷ്വൽ അവൻ്റെ ഫ്രണ്ടിലുണ്ട്, അവന് കൂടുതൽ ആ വിഷ്വലിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതേസമയം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണ്, ഒരു ചിത്രകഥ അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു ക്രിയേഷൻ അല്ലേ, നമുക്ക് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കാര്യങ്ങളും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ചെറിയ പ്രായത്തിൽ 10-12 വയസ്സൊക്കെ ഉള്ള സമയത്ത് വായിച്ച പുസ്തകമാണ് ആനന്ദഭദ്രം എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ ഈ ആനന്ദഭദ്രം വായിച്ചതിന് ശേഷം ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ അല്ലേ, 10 വർഷം കഴിഞ്ഞപ്പോൾ പടം ഇറങ്ങി. പടം സൂപ്പർ പടമാണ്. പക്ഷേ ഈ പുസ്തകം വായിച്ചവൻ ഇത് പോയി കണ്ടു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? അവനത് സുഖിക്കുകയല്ല. കാര്യം ഈ പുസ്തകം വായിച്ചത് ആസ്വദിച്ചവനെ സംബന്ധിച്ച് അവൻ മനസ്സിൽ വേറൊരു ചിത്രം ഉണ്ടാക്കി വെച്ചേക്കാണ്. ദിഗംബരൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കിടക്കുക. ദിഗംബരന് വല്ലാത്തൊരു രൂപമാണ് ആ ഒരു ഇത് വായിച്ചു കഴിഞ്ഞാൽ. രൂപമല്ല, വല്ലാത്തൊരു ചിത്രമാണ് ദിഗംബരൻ എന്ന് പറയുമ്പോഴത്തേക്ക്. പക്ഷേ നല്ല സൂപ്പറായിട്ട് അതിനകത്ത് സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നോവൽ വായിച്ചിട്ട് ആ സിനിമ കാണാൻ പോയാൽ പ്രശ്നമുണ്ട്. കാര്യം എന്താ, ഇത് വായിക്കുന്നവനെ സംബന്ധിച്ച് അവൻ്റെ ഇമാജിനേഷൻ വേറെ ലെവലായിരിക്കും അല്ലേ. യെസ്, അപ്പോൾ നോക്കാം, ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. റീഡിങ് സ്റ്റോറീസ് ആൻഡ് ലിസണിങ് സ്റ്റോറി ടേപ്സ് വിൽ ഡെവലപ്പ് ദ ഫാക്കൽറ്റി ഓഫ് ഇമാജിനേഷൻ. ഇമാജിനേഷനെ ഹെൽപ്പ് ചെയ്യും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് പഠിച്ചു നമ്മൾ? ഇമാജിനേറ്റീവ് പ്ലേ. ശ്രദ്ധിക്കൂ, അതിൽ ഡ്രാമാറ്റിക് പ്ലേ, റോൾ പ്ലേ, പ്രിറ്റൻഡ് പ്ലേ, ഇങ്ങനെ 3 തരത്തിലല്ലേ, 3 പേരിൽ നമ്മൾ വിളിക്കുന്നുണ്ട്. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ കണ്ടാൽ എന്താണ്, അത് ഇമാജിനേറ്റീവ് പ്ലേ അല്ലെങ്കിൽ റോൾ പ്ലേ ആണ് അല്ലെങ്കിൽ ഡ്രാമാറ്റിക് പ്ലേ ആണല്ലേ, ഈ പേരെല്ലാം വിളിക്കാം നമുക്ക്. അതുപോലെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നു അല്ലേ, എന്താ, ഇമാജിനേറ്റീവ് പ്ലേ. ഇനി എന്താ, മാനിപ്പുലേറ്റീവ് പ്ലേ. എന്താണ് മാനിപ്പുലേറ്റീവ് പ്ലേ? ഇതെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. കാര്യം എന്താ, ഇത്തരത്തിലുള്ള കുഞ്ഞു മാനിപ്പുലേഷൻസ് വരുത്തുന്ന രീതിയാണ്. നോക്കാം, ദിസ് പ്ലേ ഇൻവോൾവ്സ് സ്കിൽഫുൾ യൂസ് ഓഫ് ദി ഹാൻഡ് അല്ലെ, കൈയുടെ സ്കിൽഫുൾ യൂസ്. ചുമ്മാ കൈ കൊണ്ടൊരു ഇടിക്കുക അല്ലെങ്കിൽ മണ്ണിങ്ങനെ വാരുക എന്നുള്ളതല്ല. 2 വിരലുകൾ കൊണ്ട് കൃത്യമായിട്ട് എടുത്താൽ മാത്രമേ ഈ ഒരു ബീഡ് കോർത്തെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേടാ, ആണ്. അപ്പോൾ നോക്കുക, മാനിപ്പുലേറ്റീവ് പ്ലേയും ക്രിയേറ്റീവ് പ്ലേയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇവിടെ നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നിന്ന് കണ്ടുപോകാം. ഇവിടെ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്? എടാ ശ്രദ്ധിക്കൂ, നമുക്കിവിടെ ബ്ലോക്ക്, സാൻഡ്, മഡ്, ക്ലേ എല്ലാം വെച്ചിട്ട് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ക്രിയേറ്റീവ് പ്ലേ തന്നെയാണ്. അതേസമയം മാനിപ്പുലേറ്റീവ് പ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കൂ, സ്കിൽഫുൾ യൂസ് ആണ് കേട്ടോ. സ്കിൽഫുൾ യൂസ്, അതാണ് വ്യത്യാസം വരുന്നത്. സ്കിൽഫുൾ യൂസ് ഓഫ് ദി ഹാൻഡ്, അതാണ് പ്രത്യേകത. എന്താണ്, ദിസ് പ്ലേ ഇൻവോൾവ്സ് എ സ്കിൽഫുൾ യൂസ് ഓഫ് ദി ഹാൻഡ്. ഇതും മാനിപ്പുലേറ്റീവ് പ്ലേ ഈസ് ആൾസോ എ ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ് പ്ലേ. പക്ഷേ എന്താണ്, ഇത് കൂടുതൽ സ്കിൽഫുൾ ആയിട്ടുള്ള യൂസ് ആയിരിക്കും. ഡ്യൂറിങ് മാനിപ്പുലേറ്റീവ് പ്ലേ ദ ഹാൻഡ്, ഐസ് ആൻഡ് ബ്രെയിൻ ആർ ബീയിങ് ട്രെയിൻ ടു കോർഡിനേറ്റ് അല്ലെ. ഹാൻഡ്, ഐസ് അല്ലെ, കയ്യ്, കണ്ണ്, ബ്രെയിൻ, ഇത്തരത്തിലുള്ള ഇതിലെല്ലാത്തിനും കൃത്യമായ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, ഈ പറഞ്ഞ പോലെ മാല കോർക്കലൊക്കെ നടക്കത്തുള്ളൂ. മാല കോർക്കലും അതുപോലെ ഇതുപോലുള്ള കാർഡ് തുന്നലൊക്കെ നടക്കത്തുള്ളൂ അല്ലേ. എന്തൊക്കെ എക്സാമ്പിൾസ് നോക്കാം? സ്വിവിങ് കാർഡ്സ് അല്ലേ, ഇത് തന്നെയാണ് കാർഡ് സ്വിവിങ് അല്ലേ. അതുപോലെ ത്രെഡിങ് ബീഡ്സ് വെച്ചിട്ട് മുത്ത് വെച്ചിട്ട് ഇങ്ങനെ കോർത്ത് എടുക്കുക. അതുപോലെ ഡോട്ട് ആണ് ഡ്രോയിങ് അല്ലേ, കുത്തിട്ട് വരയ്ക്കാൻ പറയില്ലേ, ഇങ്ങനെ കുത്തിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കൂടെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പൂച്ചയെ വരയ്ക്കാന്ന് പറയല്ലേ. അതെല്ലാം എന്താണ്, മാനിപ്പുലേറ്റീവ് പ്ലേക്ക് ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഇത്തിരി മാനിപ്പുലേറ്റീവ് പ്ലേയെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റീവ് പ്ലേ കുട്ടികളിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ.
അപ്പോൾ ഇതാണ് നമുക്ക് ടൈപ്സ് ഓഫ് പ്ലേയിൽ പഠിക്കാനുള്ള 5ാമത്തെ ടൈപ്പ് ഓഫ് പ്ലേ, മാനിപ്പുലേറ്റീവ് പ്ലേ അല്ലെ. സ്കിൽഫുൾ യൂസ് ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനിപ്പുലേറ്റീവ് പ്ലേ ആണ്, ശ്രദ്ധിക്കുക അല്ലെ. സംതിങ് ന്യൂ വിത്ത് ഈസ് ഓൺ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ക്രിയേറ്റീവ് പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയും സംതിങ് ന്യൂ ആണ്, ഓക്കെ സമ്മതിച്ചു. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താ? ഇവിടെ സ്കിൽഫുൾ യൂസ് ഓഫ് ഹാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താ? ഇവിടെ അതുപോലെ ഐസ് ആൻഡ് ബ്രെയിൻ കോർഡിനേഷൻ അല്ലെ, ഹാൻഡ് ഐ ആൻഡ് ബ്രെയിൻ കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് മാനിപ്പുലേറ്റീവ് പ്ലേയിലാണ്, ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ, ഇനി എന്താ? സോഷ്യൽ പ്ലേ. സോഷ്യൽ പ്ലേ എന്ന് പറയുമ്പോൾ ഇൻ ദിസ് പ്ലേ ചിൽഡ്രൻ പ്ലേ ടുഗദർ. ചിൽഡ്രൻ പ്ലേ ടുഗദർ നോക്കാം. ഈ ടീച്ചേഴ്സ് ദം ടു കോഓപ്പറേറ്റ്, ടു ഷെയർ ആൻഡ് ടു ബി ഓണസ്റ്റ് അല്ലേ. എന്താണ്? കോഓപ്പറേറ്റീവ് പ്ലേ എന്നും ഇതിനെ വിളിക്കും. നോക്കാം എന്താണ് ഇവിടെ. എത്രയേ ഉള്ളൂ, ഈ സീസോ കളിക്കുമ്പോഴത്തേക്കും ഇവൻ കളിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടി കളിക്കാൻ പറ്റുമോ അല്ലേ? രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിച്ചാൽ മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. കാര്യം എന്താ? ഇവൻ ചെറുതായിട്ടൊന്ന് കാലിട്ട് തന്നെയാൽ മാത്രമേ ഈ കുട്ടി താഴെ പോകത്തുള്ളൂ. പിന്നെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവൾ ചെറുതായിട്ട് കാലിട്ട് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കണം അല്ലേ. എന്നാലേ സീസോ ഇങ്ങനെ ആടി നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് തന്നെയാണ് എന്താണ്? ദേ ഷുഡ് കോഓപ്പറേറ്റ് ടു പ്ലേ. അതാണ് സോഷ്യൽ പ്ലേ അല്ലേ. ഇൻ ദിസ് പ്ലേ ചിൽഡ്രൻ പ്ലേ ടുഗദർ. ഇറ്റ് ടീച്ചേഴ്സ് ദം ടു കോഓപ്പറേറ്റ്, സഹകരിക്കാൻ വേണ്ടിയിട്ട്, പരസ്പരം സഹകരണം പഠിപ്പിക്കുക അല്ലേ. ടു ഷെയർ ആൻഡ് ടു ബി ഓണസ്റ്റ്, പരസ്പരം ഷെയർ ചെയ്യാൻ വേണ്ടി, പരസ്പരം സത്യസന്ധരാകാൻ വേണ്ടി അല്ലേ. കാര്യം എന്താ? ഇവന് വേണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ കരയിക്കാം. ഇവിടെ ഇരുന്നോണ്ടല്ലേ ഇങ്ങനെ ഇതിന് തട ചെയ്തിട്ട് നീ കരഞ്ഞോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കരയിക്കാം അല്ലേ. അപ്പോൾ അതൊന്നുമല്ല, അവർ പരസ്പരം സത്യസന്ധരാകാൻ വേണ്ടിയിട്ട് അല്ലെ, പരസ്പരം ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുന്ന സോഷ്യൽ പ്ലേ അല്ലെ. ഇറ്റ് ആൾസോ ടീച്ചേഴ്സ് ദം ദാറ്റ് ആന്റി സോഷ്യൽ ബിഹേവിയർ ലൈക്ക് ചീറ്റിംഗ് ലീഡ്സ് ടു ഐസൊലേഷൻ ആൻഡ് ലോസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ. ഇങ്ങനെ ഒരു സോഷ്യൽ പ്ലേയിൽ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് പ്ലേയിൽ ഇൻവോൾവ് ആവുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് പറ്റിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ, അല്ലെങ്കിൽ കളിക്കുന്ന ചില നിയമങ്ങൾ ഉണ്ടായിരിക്കില്ലേ, ആ നിയമങ്ങൾ അവൻ ലംഘിച്ചു കഴിഞ്ഞാൽ അവൻ ഒറ്റപ്പെടുമെന്നും അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുമെന്നൊക്കെ അവനെ പഠിപ്പിക്കും. എന്ത്? സോഷ്യൽ പ്ലേ. വളരെ ഇമ്പോർട്ടൻ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ 4 വയസ്സിലൊക്കെ പ്ലേ സ്കൂളിൽ നടക്കേണ്ട ആക്ടിവിറ്റീസാണ്. നമ്മളൊക്കെ പണ്ടാണെന്നുണ്ടെങ്കിൽ എന്താ ഒരു മാവിൻ ചോട്ടിലൊക്കെ കാണുമല്ലേ പിള്ളേരെല്ലാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. ആ മാവിൻ ചോട്ടിൽ നടന്നിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സ്കൂളിൽ അതിനു വേണ്ടി നമ്മൾ കൊണ്ടാക്കിയിടുന്ന സാഹചര്യം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ്? സോഷ്യൽ പ്ലേ എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇൻ ദിസ് പ്ലേ ചിൽഡ്രൻ പ്ലേ ടുഗദർ, ടീച്ചേഴ്സ് ദം ടു കോഓപ്പറേറ്റ് അല്ലേ. കുട്ടികളെ സഹകരിക്കാൻ പഠിപ്പിക്കുന്ന പ്ലേ ആണ് സോഷ്യൽ പ്ലേ, മറന്നു പോകരുത്. അതുപോലെ ടു ഷെയർ അല്ലേ. എന്താണ്? ടു ഷെയർ ആൻഡ് ടു ബി ഹോണസ്റ്റ്. വേറെ എന്തൊക്കെ പഠിപ്പിക്കുന്നു കാര്യങ്ങൾ? എന്താണ്? നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാനും അതുപോലെ സത്യസന്ധരാവാനും പഠിപ്പിക്കുന്നത് എന്താണ്? സോഷ്യൽ പ്ലേ ആണ്. ഇറ്റ് ആൾസോ ടീച്ചേഴ്സ് ദം ദാറ്റ് ആന്റി സോഷ്യൽ ബിഹേവിയർ ലൈക്ക് എന്തൊക്കെയാണ്? ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആന്റി സോഷ്യൽ ബിഹേവിയർ ആണെന്നതും, അതുപോലെ ചീറ്റിംഗ് പോലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, കള്ളം പറയുക, ഇതെല്ലാം ഒരു ആന്റി സോഷ്യൽ ബിഹേവിയർ ആണെന്ന് അവനെ പഠിപ്പിക്കുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ ഐസൊലേറ്റ് ആയി പോകും അല്ലേ. അവൻ ഒറ്റപ്പെട്ടു പോകുമെന്നും അവൻ്റെ സൗഹൃദം നശിച്ചു പോകുമെന്നും അവനെ പഠിപ്പിക്കുന്ന മെത്തേഡ് ഓഫ് പ്ലേ ആണ് എന്ത്? സോഷ്യൽ പ്ലേ എന്ന് പറയുന്നത് അല്ലേ. സോഷ്യൽ പ്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ വേണം ചോദ്യം വരാൻ കേട്ടോ. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി, നമുക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ഇനി കളക്ടിങ്, നമ്മളെല്ലാവരും ഒരു 5 വയസ്സിന് മുകളിൽ ചെയ്യുന്ന കാര്യമാണല്ലേ കളക്ടിങ് പെബിൾസ്. ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്തായിരിക്കും? കല്ലുകളായിരിക്കും, ബീഡ്സ് മുത്തുകളായിരിക്കും, ഫെദർ കളക്ട് ചെയ്യും, സ്റ്റാമ്പ് കളക്ട് ചെയ്യും, കോയിൻസ് കളക്ട് ചെയ്യും അല്ലേ. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുക ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്ലേ ആണ് അല്ലേ. അതുപോലെ ഫ്രം 6 years to adolescence ആണ് ഈ ഒരു സ്വഭാവം പലരും കണ്ടുവരാറുള്ളത്. നമ്മുടെ സ്റ്റേറ്റ് സിലബസ് സ്കൂളിലൊക്കെ ആണെങ്കിൽ കളക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ച് അവരുടെ കരിക്കുലർ തന്നെ ഉണ്ട്. പാവപ്പെട്ട നമ്മുടെ CBSE സ്റ്റുഡൻസോ ICSE സ്റ്റുഡൻസോ ഒന്നും ഇതൊന്നും അറിയുന്ന കൂടിയില്ല. അവൻ എന്തെങ്കിലും കളക്ഷൻ ചെയ്താൽ ചെയ്തു അല്ലേ, അതൊന്നും അവൻ്റെ സിലബസിൻ്റെ ഭാഗമല്ല. പൂർ ഫെലോസ് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം കളക്ടിങ് എന്തൊക്കെയാണ്. കളക്ടിങ് ഈസ് ആൾസോ എ മെത്തേഡ് ഓഫ് പ്ലേ അല്ലേ. നോക്കാം, പെബിൾസ് കളക്ട് ചെയ്യാം, ബീഡ്സ് കളക്ട് ചെയ്യാം, ഫെദേഴ്സ്, സ്റ്റാമ്പ് ഇതെല്ലാം കളക്ട് ചെയ്യുന്നതും ഒരു മെത്തേഡ് ഓഫ് പ്ലേ ആണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട 6 സ്റ്റേജസ് ഓഫ് പ്ലേ നോക്കാം. ഒന്ന് അൺഒക്കുപ്പൈഡ് പ്ലേ. അൺഒക്കുപ്പൈഡ് പ്ലേ എന്തോട്ടാണ്? പേര് തന്നെ ഉണ്ടേ. എന്താണ് അൺഒക്കുപ്പൈഡ് പ്ലേ അല്ലേ. നോക്കാം, when babies making movements with their arms, legs and feet etc, they are learning about and discovering how their body moves അല്ലേ. ഇത്രേ ഉള്ളൂ. കുട്ടികൾ കട്ടിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ മലന്ന് കിടന്ന് കയ്യും കാലിട്ട് അടിച്ച് കളിക്കില്ല, ഇതാണ് സാധനം അല്ലെ. അൺഒക്കുപ്പൈഡ് പ്ലേ നോക്ക്, 0 മുതൽ 3 മാസം വരെയാണ് എന്തുണ്ടാവുക? അൺഒക്കുപ്പൈഡ് പ്ലേ ഉണ്ടാവുക. നോക്ക്, അവൻ കയ്യും കാലും അനക്കുമ്പോഴത്തേക്ക് അവൻ എൻ്റെ കൈയുടെയും കാലിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്നു. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി സോളിറ്ററി പ്ലേ എത്ര? 0 മുതൽ 2 വയസ്സ് വരെ. വെൻ എ ചൈൽഡ് പ്ലേസ് എലോൺ ആൻഡ് ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പ്ലേയിങ് വിത്ത് അതേഴ്സ് ക്വൈറ്റ് യെറ്റ്. നോക്ക, ഒരു കുട്ടി ഇരുന്ന്
ഒറ്റയ്ക്കിരുന്ന് കളിക്കുമ്പോഴത്തേക്ക് അവൻ്റെ കൂടെയുള്ളത് കളിപ്പാട്ടങ്ങളോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരു തോറത്തിൻ്റെ കഷ്ണമാണെങ്കിൽ ചിലപ്പോൾ ഒരു നൂലായിരിക്കും. അതിങ്ങനെ കടിച്ചൊക്കെ പിടിച്ച് കളിക്കുന്നു അല്ലേ. ഇതാണ് സോളിറ്ററി പ്ലേ. അവന് കൂട്ടുകൂടി കളിക്കാൻ, അല്ലെങ്കിൽ മറ്റൊരാളോടൊപ്പം കളിക്കാൻ, മറ്റൊരു കൂടെ ഇരുന്ന് കളിക്കാനുള്ള താല്പര്യം ഇല്ല അല്ലേ. അത്ര 0 മുതൽ 2 വയസ്സ് വരെ. ഇനി നോക്കാം സ്പെക്ടേറ്റർ ഓർ ഓൺലിക്കർ ബിഹേവിയർ അല്ലേ, നോക്കിക്കൊണ്ടിരിക്കുക. വെൻ എ ചൈൽഡ് വാച്ചസ് ആൻഡ് ഒബ്സർവ്സ് അതർ ചിൽഡ്രൻ പ്ലേയിങ് ബട്ട് നോട്ട് പ്ലേ വിത്ത് ദം അല്ലേ, കുട്ടികളോടൊപ്പം കളിക്കുന്നില്ല, മറ്റുള്ളവർ കളിക്കുന്നത് നോക്കി നിൽക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്പെക്ടേറ്റർ അല്ലെങ്കിൽ ഓൺലിക്കർ ബിഹേവിയർ എന്ന് പറയും. ഇത് ഏകദേശം 2 വയസ്സിലാണ് ഇത് കണ്ടുവരുന്നത്. മറ്റുള്ള കുട്ടികളുടെ കളി നോക്കി പഠിക്കുക അല്ലെങ്കിൽ കളി നോക്കിയിരിക്കുക. അപ്പൊ നോക്കാം, ആ പേര് തന്നെ ഉണ്ടല്ലേ, സ്പെക്ടേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാണികൾ അല്ലേ. ഒരു കളി നടക്കുമ്പോൾ കാണികൾ അല്ലെങ്കിൽ സ്പെക്ടേറ്റേഴ്സ് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇനി നോക്കാം പാരലൽ പ്ലേ. ഇനി അവൻ നേരെ കളത്തിലോട്ട് ഇറങ്ങിയാണ്. ഏജ് ഗ്രൂപ്പ് ഒന്ന് നോക്കി വെച്ചേനെ കേട്ടോ. എന്താണ് 2+ ഇയേഴ്സ് ആണ് ഏജ് ഗ്രൂപ്പ്. When a child plays alongside or near to others but does not play with them. നോക്ക്, മറ്റൊരു കുട്ടി ഇന്ന് കളിക്കുന്നുണ്ട്, മറ്റവൻ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഒരു 2 വയസ്സ് 2.5 വയസ്സൊക്കെ കൊച്ചുങ്ങളാണെന്നുണ്ടെങ്കിൽ അവൻ പരസ്പരം ഇടികൂടാൻ നമ്മൾ നിൽക്കുകയില്ല. അവന്മാർ രണ്ടുപേരും കൊണ്ട് അവിടെ ആയിക്കഴിഞ്ഞാൽ ഒരുത്തൻ അവിടെ നിന്ന് എന്തെങ്കിലും കളിക്കും, മറ്റവൻ ചിലപ്പോൾ ഒരു ദൂരട്ടി കൊണ്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ അവൻ വേറെ വഴിക്ക് പോകും. അതായത് അടുത്ത് നിന്ന് കളിക്കും, പക്ഷേ ദേ ആർ നോട്ട് പ്ലേയിങ് ടുഗദർ അല്ലേ, ഒരുമിച്ച് കളിക്കുകയല്ല അല്ലേ. അതാണ് 2 വയസ്സിന് തൊട്ട് മുകളിട്ട് വരും പ്രത്യേകത. 3 തൊട്ട് 4 വയസ്സാകുമ്പോഴത്തേക്കും അസോസിയേറ്റ് പ്ലേ ഉണ്ടാവും. When a child starts to interact with others during play, but there is not much cooperation required. For example, kids playing on the playground but doing different things. അല്ലേ, അതായത് നമുക്ക് എന്താണ് അവിടെ ഇന്ററാക്ഷൻ ഉണ്ട്, മറ്റുള്ള കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ട്, പക്ഷേ എന്താണ് ആ കളിയിൽ കൃത്യമായിട്ടുള്ള കോപ്പറേഷൻ ഇല്ല, ഇനഫ് കോപ്പറേഷൻ ഇല്ല, അല്ലെങ്കിൽ ആ മറ്റവൻ സഹകരിച്ചാൽ മാത്രമേ ഇവന് കളിക്കാൻ പറ്റൂ, ആ ഒരു സിറ്റുവേഷൻ ഇല്ല. When a child starts interact with others during play, there is not much cooperation required. വലിയ കോപ്പറേഷൻ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് ഒരു ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നു, ഞാൻ കളിക്കുന്നത് ഗോലി, മറ്റവൻ ഉരുട്ടി കളിക്കുന്നു അല്ലേ, ഇങ്ങനെ കളിക്കുന്നു. ഇതാണ് എന്താ അസോസിയേറ്റ് പ്ലേ എന്ന് പറയുന്നത്. ഇനി നോക്കാം കോഓപ്പറേറ്റീവ് പ്ലേ. കോഓപ്പറേറ്റീവ്, ഇവിടെ സഹകരണമില്ലെങ്കിൽ കളിക്കാൻ പറ്റുകയില്ല. നോക്കാം, when a child plays with others and has interest in both the activity and other children involved in playing അല്ലേ. അതായത് മറ്റവനും കൂടെ സഹകരിച്ചാൽ മാത്രമേ ഇവിടെ കളിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, എടാ വാടാ നമുക്ക് കളിക്കാം, എന്ത് കളിക്കാം, നമുക്ക് ഇന്ന് ആശുപത്രി കളിക്കാം. ആശുപത്രി കളിക്കുമ്പോഴത്തേക്കും നീ ഡോക്ടർ, അവൻ ഡോക്ടർ അവിടെ ഇരുന്ന്, ഡോക്ടർ അവിടെ ഞാൻ നോക്കൂലെന്നു, ഇവൻ രസം വരുമോ, ഇല്ല. മറ്റവൻ വന്ന് കുഴലെടുത്ത് വെച്ചാൽ മാത്രമേ രോഗി ചുമയ്ക്കുള്ളൂ അല്ലേ, മറ്റവൻ കുഴലത്ത് വയ്ക്കില്ല. ഇന്ന് ഡോക്ടർ അവധി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് എന്താണ്, അവൻ കോപ്പറേറ്റ് ചെയ്യുന്നില്ല അല്ലേ. അതാണ് 4 വയസ്സ് കഴിഞ്ഞാണ് ഇത്തരത്തിലുള്ള കളിയിലേക്ക് കുട്ടികൾ ഏർപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻറ്റ് സ്റ്റേജസ് ഒന്ന് നോക്കിപ്പെടാൻ. എന്താണ് അൺഓക്കുപ്പൈഡ് പ്ലേ, കൊച്ചു കൈയും കാലിട്ട് അടിക്കുന്നു, അവൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞാൽ 0 മുതൽ 2 വയസ്സ് വരെ സോൾട്ടറി പ്ലേ അല്ലേ, അവന് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഇല്ല, മറ്റൊരാളുടെ ഒരാളുടെ പോകത്തില്ല, അവൻ ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്നു. അത് കഴിഞ്ഞാൽ എന്താണ് സ്പെക്ടേറ്റർ ഒരു ഓൺലിക്കേഴ്സ്, 2 വയസ്സിന് സാധാരണ കണ്ടുവരുന്നത്. 2 വയസ്സിലാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ കളിയെ കണ്ടിരിക്കും അല്ലേ. അത് കഴിഞ്ഞ് പാരലൽ പ്ലേ അല്ലേ, മറ്റുള്ള കുട്ടികൾ അടുത്തിരുന്ന് കളിക്കും, പക്ഷേ വലിയ ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ല. അതേസമയം അസോസിയേറ്റ് പ്ലേ, അവൻ കുറച്ചും കൂടെ കോപ്പറേഷൻ ഇല്ല എങ്കിൽ കൂടിയും അവൻ എന്ത് ചെയ്യും, ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങും മറ്റുള്ള കുട്ടികളുമായിട്ട് അല്ലേ. അപ്പോൾ അതുപോലെ അവസാനം കോഓപ്പറേറ്റീവ് പ്ലേ വരുമ്പോഴത്തേക്ക് എന്താണ്, കൃത്യമായിട്ട് കോഓപ്പറേഷൻ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ ആ ഒരു പ്ലേ നടക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട MCQസിലേക്ക് പോകാം. നോക്കാം, വാട്ട് ഈസ് ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലേ അക്കോർഡിംഗ് ടു ഇറ്റ്സ് സ്ട്രിക്റ്റ് ഡെഫിനിഷൻ. നോക്കാം, എന്താണ്, ഇറ്റ് ഈസ് ഡൺ ഫോർ എ സ്പെസിഫിക് എൻഡ് റിസൾട്ട്. തെറ്റ്. ഇറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ടു വോളണ്ടറി ആൻഡ് പ്രൊവൈഡ്സ് എൻജോയ്മെന്റ്. ശരി. ഇനി വേറെ നോക്കണോ, ഇറ്റ് റിക്വയർസ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓർ കമ്പൽഷൻ. വേണ്ട അല്ലേ. ഇറ്റ് ഇൻവോൾവ്സ് വർക്ക് റിലേറ്റഡ് ടാസ്ക്. ഒന്നുമില്ല. ബി ആണ് ഉത്തരം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. അതുപോലെ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലേ. എൻഗേജ്ഡ് ഇൻ ഫോർ എൻജോയ്മെന്റ്, അത് ശരിയാണ്. ഡൺ വിത്തൗട്ട് കൺസിഡറേഷൻ ഓഫ് ദ എൻഡ് റിസൾട്ട്, അത് ശരിയാണ്. എൻറ്റേർഡ് ഇൻ ടു വോളണ്ടറി ശരിയാണ്. ഇൻവോൾവ്സ് എക്സ്റ്റേണൽ ഇല്ല, എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യം ഇല്ല അല്ലേ. ഓക്കെ, ആൻസർ ഡി. ഇനി നോക്കാം, ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആക്റ്റീവ് പ്ലേ എന്താണ്, ചിൽഡ്രൻ ഡിറൈവ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദെയർ ആക്ഷൻസ്. അതാണ് സംഭവം അല്ലേ. എൻജോയ്മെന്റ് കംസ് ഫ്രം ലിസണിങ് അല്ല. ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു സ്ട്രക്ചേർഡ് ആക്ടിവിറ്റീസ് അല്ല. എന്തിലും അതിനകത്ത് എന്ത് വരാം, ആക്ടിവിറ്റീസ് വരാം അല്ലേ. അപ്പോൾ എന്താണ്, അവൻ്റെ ആക്ഷനിൽ നിന്നും അവന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ആൻസർ ബി ആണ്. ഉത്തരം ഒന്ന് പറയണം കേട്ടോ, ഉറച്ചു പറയണം, വായിച്ചു നോക്കിയിട്ടേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോം ഓഫ് ആക്റ്റീവ് പ്ലേ. എന്താണ്, എക്സ്പ്ലോറേറ്ററി പ്ലേ എന്താണ്, ആക്റ്റീവാണ്. ഫിസിക്കൽ ആക്റ്റീവാണ്. ക്രിയേറ്റീവ് ആക്റ്റീവ്. റീഡിങ് അത്ര ആക്റ്റീവ് പ്ലേ അല്ല അല്ലേ, റീഡിങ് അല്ല. ഓക്കെ, അതുപോലെ വിച്ച് ഫോം ഓഫ് ആക്റ്റീവ് പ്ലേ ഇൻവോൾവ്സ് യൂസിങ് ദ ബോഡി ഇൻ ആക്ടിവിറ്റീസ് ലൈക്ക് റൈഡിങ്. സിമ്പിൾ. ഫിസിക്കൽ പ്ലേ ആരൊക്കെ എല്ലാവർക്കും അറിയാം സാറേ.
ഇൻ വിച്ച് ഫോം ഓഫ് ആക്റ്റീവ് പ്ലേ ഡു ചിൽഡ്രൻ യൂസ് ദെയർ ഇമാജിനേഷൻ ടു ക്രിയേറ്റ് സിനാരിയോസ് ഓർ സ്റ്റോറീസ്? ഏതാണ് ഇമാജിനേറ്റീവ് പ്ലേ അല്ലെങ്കിൽ റോൾ പ്ലേ അല്ലേ, അല്ലെങ്കിൽ വേറെ ഒന്ന് വിളിക്കും ഡ്രമാറ്റിക് പ്ലേ എന്നെല്ലാം വിളിക്കും അല്ലേ. വെൻ ദ ചൈൽഡ് എൻറ്റർ സ്കൂൾ ഡാഷ് ലോസസ് ഇറ്റ്സ് ചാം ആൻഡ് ഡാഷ് ടേക്സ് ഇറ്റ്സ് പ്ലേസ്. ഏതാണ് ഡ്രീമിംഗ് അല്ല. അവ സ്കൂളിൽ കയറുമ്പോഴത്തേക്കും എന്താണ് മേക്ക് ബിലീവ് പ്ലേ ലൂസസ് ഇറ്റ്സ് ചാം ആൻഡ് ഡ്രീമിംഗ് ടേക്സ് ഇറ്റ്സ് പ്ലേസ് അല്ലേ. അതാണ് നമ്മൾ NCERT പഠിച്ചത്. ഓക്കെ, അപ്പോൾ എന്താണ് സി ആണ് തരാം. അടുത്ത ദിവസം നോക്കാം. എന്താണ് ഡാഷ് എന്നത് ഫോളോയിങ് ഈസ് നോട്ട് എ കൈൻഡ് ഓഫ് പാസീവ് പ്ലേ. പാസീവ് പ്ലേ അല്ലാത്തത് ഏത് നോക്കാം. ഏതൊക്കെയാണ്? ലിസണിങ് മ്യൂസിക് പാസീവ് പ്ലേ, ഇമാജിനേറ്റീവ് പ്ലേ പാസീവ് പ്ലേ ആണോ അല്ലയോ? ഡേ ഡ്രീമിംഗ് പാസീവ് പ്ലേ. ഇമാജിനേഷൻ എന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ പാസീവ് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ബോത്ത് എ ആൻഡ് സി അങ്ങനെ എന്തെങ്കിലും എഴുതി കളയല്ലോ മക്കളെ. ഇമാജിനേറ്റീവ് പ്ലേ ഇസ് ആൻ ആക്റ്റീവ് പ്ലേ അല്ലേ. അതൊരു ആക്റ്റീവ് പ്ലേ ആണ്. കാര്യം എന്താ? അതിന്റെ മറ്റുള്ള പേരെന്തൊക്കെയാണ്? റോൾ പ്ലേ കേട്ടിട്ടില്ലേ നിങ്ങൾ? റോൾ പ്ലേ, യെസ്, ഓർമ്മ വന്നല്ലോ. അപ്പോൾ ബി ആണ് അതിന്റെ ഉത്തരം. ഇനി നമുക്ക് നോക്കാം. ഡാഷ് എനേബിൾസ് എ ചൈൽഡ് ടു എക്സ്പ്ലോർ തിങ്സ് ആൻഡ് ദ എൻവയോൺമെന്റ്. എക്സ്പ്ലോറേറ്ററി പ്ലേ ആ പേര് തന്നെ ഉണ്ട് അല്ലേ, ബി ആണ് ഉത്തരം. അതുപോലെ ഇൻ ഡാഷ് ചിൽഡ്രൻ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദ തിങ്സ് ആർ ലൈക്ക്. ഏതാണ്? എക്സ്പ്ലോറേറ്ററി പ്ലേ ആണ് ഉത്തരം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് കൈൻഡ് ഓഫ് പ്ലേ ഈസ് മോസ്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ഗ്രോസ് മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ? ഏതാണ്? ഫിസിക്കൽ പ്ലേ വെച്ചിട്ടാണ് കൊച്ചുങ്ങൾ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യുന്നത്. അതുപോലെ ക്രോളിംഗ്, ബാലൻസിങ്, ഫിസിക്കൽ പ്ലേ. ചുമ്മാ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഡാഷ് ദ ചൈൽഡ് മേക്ക് സംതിങ് ന്യൂ ബൈ എക്സ്പ്രസിംഗ് ഹിസ് ഓർ ഹർ ഓൺ ഐഡിയാസ്. ഏതാണ് മക്കളെ? ക്രിയേറ്റീവ് പ്ലേ ആണ് കേട്ടോ, മറന്നുപോലെ. എന്താണ്? ക്രിയേറ്റീവ് പ്ലേ ആണ്. അതുപോലെ യങ് ചിൽഡ്രൻ മേക്ക് മെനി തിങ്സ് വിത്ത് ബ്ലോക്സ് ആൻഡ് മഡ്. അതെന്താണ്? ക്രിയേറ്റീവ് പ്ലേ ആണ്, മറന്നു പോകരുത്. പുതിയ സാധനം ഉണ്ടാക്കിയ ക്രിയേറ്റീവ് പ്ലേ ആണ്. അതുപോലെ ഇമാജിനേറ്റീവ് പ്ലേ ഈസ് ആൾസോ നോൺ ആസ്. എന്താണ്? ഇതെല്ലാ പേരും ഉണ്ടല്ലേ, ആൾ ഓഫ് ദ എബോവ് ഉത്തരം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഹെൽപ്സ് ദം ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പീപ്പിൾ ബിഹേവ്. ഏതാണ് മക്കളെ? റോൾ പ്ലേ അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് പ്ലേ ആണ് അല്ലേ, ആണ് ഉത്തരം. ഇനി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഇമാജിനേറ്റീവ് പ്ലേ ഈസ് കറക്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഇമാജിനേറ്റീവ് പ്ലേ ആയിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് നോക്കാം. ബൈ എക്സ്പ്രസിംഗ് ദംസെൽവ്സ് ഇൻ ദിസ് വേ ആസ് ഇൻ ഇമാജിനേറ്റീവ് പ്ലേ ദ ചൈൽഡ് പ്രോഗ്രസസ് ഈസ് ഇമോഷണൽ ഡെവലപ്മെന്റ്. ശരിയാണ് അല്ലെ, ഇമോഷണൽ ഡെവലപ്മെന്റ് സഹായിക്കുന്നു. ഇമാജിനേറ്റീവ് പ്ലേ അല്ലേ. അതുപോലെ റീഡിംഗ് സ്റ്റോറീസ് ആൻഡ് ലിസണിംഗ് ടു സ്റ്റോറി ടേപ്സ് വിൽ ഡെവലപ്പ് ദ ഫാക്കൽറ്റി ഓഫ് ഇമാജിനേഷൻ. ശരിയാണല്ലേ, രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ബോത്ത് 1 and 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ, 1 and 2. ഓക്കെ, അതുപോലെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോർ റിലേറ്റ്സ് വിത്ത് ദ ഇംപ്രൂവ്മെന്റ് ഇഫ് ഹാൻഡ് ഐ കോർഡിനേഷൻ. ഏതാണ്? ഹാൻഡ് ഐ കോർഡിനേഷൻ വരണമെങ്കിൽ എന്ത് വരണം മക്കളെ? മാനിപ്പുലേറ്റീവ് പ്ലേ ആണ് കൂടുതലും വരുന്നത് അല്ലേ, മാനിപ്പുലേറ്റീവ് പ്ലേ അല്ലേ. ഓക്കെ, അതുപോലെ ഡാഷ് ഇൻവോൾവ് സ്കിൽഫുൾ യൂസ് ഓഫ് ഹാൻഡ്സ്. സ്കിൽഫുൾ യൂസ് ഓഫ് ഹാൻഡ്സ് എന്ന് പറയുമ്പോഴത്തെ എന്താണ് മക്കളെ? മാനിപ്പുലേറ്റീവ് പ്ലേ ആണ് വരുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ടീച്ചേഴ്സ് ദ ചിൽഡ്രൻ ടു കോപ്പറേറ്റ്, ടു ഷെയർ ആൻഡ് ടു ബി ഓണസ്റ്റ്. ഏതാണ്? സോഷ്യൽ പ്ലേ വെച്ചിട്ടാണ് അവൻ ഇതെല്ലാം പഠിക്കുന്നത് അല്ലേ. ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ. അതുപോലെ വാട്ട് ഈസ് ഫിസിക്കൽ പ്ലേ ക്യാരക്ടറൈസ്ഡ് ബൈ? ഫിസിക്കൽ പ്ലേ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് മക്കളെ നോക്കാം. ക്വയറ്റ് ആക്ടിവിറ്റീസ് അല്ലെ, ഈ ചൈൽഡ് ആക്റ്റീവ്ലി മൂവിങ് അറൗണ്ട് ആണ് ഫിസിക്കൽ പ്ലേ എന്ന് പറയുന്നത് അല്ലേ, ബി ആണ് ഉത്തരം. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഫിസിക്കൽ പ്ലേ. താഴെ തന്നിരിക്കുന്ന ഫിസിക്കൽ പ്ലേക്ക് എക്സാമ്പിൾ അല്ലാത്തത് ഏത് അല്ലെ? റീഡിംഗ് അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്ലേ ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഡെവലപ്മെന്റ് ഓഫ് യങ് ചിൽഡ്രൻ ഫോർ ദ ഫോളോയിങ് റീസൺസ് എക്സെപ്റ്റ്. ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെ ചോദ്യം വരും. അവസാനം എക്സെപ്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് എന്താണ്? പ്ലേ ഹാസ് ദ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഡെവലപ്മെന്റ് ഓഫ് യങ് ചിൽഡ്രൻ ഫോർ ദ ഫോളോയിങ് റീസൺസ് അല്ലേ. താഴെ തന്നിരിക്കുന്നവയിൽ പ്ലേക്ക് സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ട്. എന്തിൽ? കുട്ടികളുടെ ഡെവലപ്മെന്റിൽ ഏതൊഴിച്ച് എന്ന ചോദ്യം. ദേ ഗെയിൻ മാസ്റ്ററി ഓവർ ദെയർ ബോഡി. ശരിയാണ്. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദെയർ സെൻസസ്. ശരിയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ പ്ലസന്റ് വേ ടു സ്പെൻഡ് ടൈം. ശരിയാണ് അല്ലേ, ശരിയാണ്. നോക്കാം. അതുപോലെ ദേ അക്വയർ ന്യൂ സ്കിൽസ് ആൻഡ് ലേൺ വെൻ ടു യൂസ് ദം അല്ലെ. അവർ പുതിയ സ്കിൽസ് പഠിക്കുന്നു, എപ്പോഴും ഉപയോഗിക്കുന്നു പഠിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പ്ലസന്റ് വേ തന്നെയാണ്. പക്ഷെ നോക്ക്, ചോദ്യം എന്താണെന്ന് നോക്കടാ. ഡെവലപ്മെന്റിൽ എങ്ങനെയാണ് പ്രധാന പങ്ക് വഹിക്കുന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതല്ല, സി തെറ്റാണ് അല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആളം ദീപക് നിന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുരുങ്ങിയേനെ. അപ്പോൾ ശ്രദ്ധിച്ചാണ് പ്ലേയുടെ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതേണ്ടത്. ആദ്യം കാണുമ്പോൾ തോന്നുന്ന ഉത്തരമായിരിക്കും അതിൻ്റെ ശരിയായ ഉത്തരം കേട്ടോ. മിക്കവാറും നിങ്ങൾ രണ്ടാമത് ചിന്തിക്കാൻ പോയ കുഴയും. നോക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പോൾ എന്താണ്? ദിസ് സ്റ്റേജ് ഓഫ് പ്ലേ ഈസ് ഓഫൻ എക്സ്പ്ലോറേറ്ററി ഇൻ നേച്ചർ ആൻഡ് മോസ്റ്റ് ഓഫൻ ക്യാരിഡ് ഔട്ട് ബൈ ഇൻഫൻസ്. നോക്കാം ഏതാണ്?
ദിസ് സ്റ്റേജ് ഓഫ് പ്ലേ ഈസ് ഓഫൺ എക്സ്പ്ലോറേറ്ററി ഇൻ നേച്ചർ ആൻഡ് മോസ്റ്റ് ഓഫൺ ക്യാരിഡ് ഔട്ട് ബൈ ഇൻഫൻസിന്റെ നോക്കാം ഇത് എക്സ്പ്ലോറേറ്ററി നേച്ചർ ആണ് എന്ന് പറയുന്നു, പക്ഷേ അത് പൊടി കുട്ടികളാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സോളിറ്ററി പ്ലേ ആണ് എൻ്റെ ഉത്തരം അല്ലേ. കോപ്പറേറ്റീവ് പ്ലേ വലിയ കുട്ടികളാണ്, പാരലൽ പ്ലേ വലിയ കുട്ടികളാണ്, റോൾ പ്ലേ വലിയ കുട്ടികളാണ്. അപ്പോൾ എന്താണ് ഇൻഫൻസ് അതിൽ ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ സോളിറ്ററി പ്ലേ ആണ്. നോക്കാം, സോളിറ്ററി പ്ലേ ഈസ് എ സ്റ്റേജ് വെയർ ഇൻഫൻസ് ആൻഡ് യങ് ചിൽഡ്രൻ പ്ലേ എലോൺ വിത്ത് ടോയ്സ് ആൻഡ് ഡു നോട്ട് ഷോ ഇൻട്രസ്റ്റ് ഇൻ ഇന്ററാക്ടിങ് വിത്ത് അതേഴ്സ് അല്ലെ, അതാണ് സോളിറ്ററി പ്ലേ. ദിസ് സ്റ്റേജ് ഈസ് ഓഫൺ എക്സ്പ്ലോറേറ്ററി ഇൻ നേച്ചർ അല്ലെ. ഇത് ജസ്റ്റ് ഒന്നൊരു എക്സ്പ്ലനേഷൻ വെച്ചേക്കുന്നതാണ്, കാരണം ഒരു സംശയം വരാതിരിക്കാൻ വേണ്ടി എക്സ്പ്ലനേഷൻ വെച്ചാണ് നിങ്ങൾക്ക് തരാൻ കേട്ടോ. ഇത് നമുക്ക് നോക്കാം, വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ എന്താണ് ഉത്തരം എ ആണ് അല്ലേ. അടുത്ത ദിവസം നോക്കാം, ഇൻ ദിസ് സ്റ്റേജ് ഓഫ് പ്ലേ ചിൽഡ്രൻ പ്ലേ ബിസൈഡ്സ് ഓൺ അനദർ ബട്ട് നോട്ട് വിത്ത് ഈച്ച് അതർ. ഏതാണ് പാരലൽ പ്ലേ. ഓക്കെ, സിമ്പിൾ ഉത്തരവാണ് അല്ലേ. അതുപോലെ യു നോട്ടീസ് എ ചൈൽഡ് യൂസിങ് ഹർ ഫിംഗർ ഇൻ ഓർഡർ ടു പ്രിറ്റൻഡ് ലൈക്ക് ഹി ഓർ ഷീ ഈസ് ഫീഡിങ് എന്താണ് ഡോൾ അല്ലെ. ഡോളിനെ ഫീഡ് ചെയ്യുന്നു. ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോൾ കയ്യിലുണ്ട്, കയ്യിൽ എന്തില്ല, പകരം ഒരു ഡമ്മി ബോട്ടിലില്ല, അതിന് പകരം എന്ത് ചെയ്യുന്നു, അതിൻ്റെ വിരൽ വെച്ചിട്ട് അത് ഫീഡ് ചെയ്യുന്നു. അത് എന്ത് ടൈപ്പ് ഓഫ് പ്ലേ അല്ലേ. എന്താണ് ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട് സ്റ്റേജ് ഓഫ് ഒബ്ജക്ട് യൂസ് ഇൻ പ്ലേ. അതായത് പ്ലേയിൽ ഏത് ഒബ്ജക്റ്റിന്റെ യൂസിന്റെ ഏത് സ്റ്റേജ് നോക്കാം. മാനിപ്പുലേറ്റീവ് സ്റ്റേജ് അല്ല, ഇമാജിനേറ്റീവ് സ്റ്റേജ് ആണ്, ഫങ്ഷണൽ സ്റ്റേജ് അല്ല, നൺ ഓഫ് ദ പോലെ അല്ലേ. ഇമാജിനേറ്റീവ് സ്റ്റേജ്, അതായത് ആ കുട്ടിയുടെ കയ്യിൽ എന്തില്ല, ഇതിന് പകരമുള്ള കളിപ്പാട്ടം ഇല്ലാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, ആ കുട്ടി എന്ത് ചെയ്യുന്നു, അതിന് പകരം അതിൻ്റെ വിരല് ഇമാജിൻ ചെയ്ത് ഇതെൻ്റെ ഫീഡിങ് ബോട്ടിലാണെന്ന് കരുതി കുട്ടീൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കാം, നിങ്ങൾ ഉത്തരം പറയാൻ വേണ്ടി ആലോചിച്ച് ഉത്തരം പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഉത്തരം ബി ആണ്. ഓക്കെ, എന്താണ് ഇമാജിനേറ്റീവ് സ്റ്റേജ്. ഇത് നോക്കാം, ദിസ് ടൈപ്പ് ഓഫ് പ്ലേ അലോസ് ചിൽഡ്രൻ ടു ട്രൈ ഔട്ട് എ വെറൈറ്റി ഓഫ് റോൾ സച്ച് ആസ് ഹസ്ബൻഡ് വൈഫ്. നമുക്കറിയാം റോൾ പ്ലേ ആണ്, ഡി അല്ലേ, ഡി ആണ് ഉത്തരം. അതുപോലെ ഫോം ഓഫ് ഇന്റലക്ച്വൽ പ്ലേ മോസ്റ്റ് ഓഫൺ സീൻ ഇൻ സ്കൂൾ ഏജ് ചിൽഡ്രൻ. നോക്ക്, ഇന്റലക്ച്വൽ പ്ലേ നോക്കുക, സ്കൂൾ ഏജ് ചിൽഡ്രനിൽ കാണപ്പെടുന്ന ഇന്റലക്ച്വൽ ടൈപ്പ് ഓഫ് പ്ലേ ഏതാണ്, ഇമിറ്റേറ്റീവ് ഓർ ഇമാജിനേറ്റീവ് അല്ല, അത് കഴിഞ്ഞു, അത് വേറെയാണ്, റോൾ പ്ലേ ആണ്. സ്കൂൾ ഗോയിങ് ചെല്ലുമ്പോഴത്തേക്ക് എന്താണ് അവരെന്ത് ചെയ്യും, വാക്കുകൾ വെച്ചിട്ടുള്ള പരിപാടി അല്ലേ, അല്ലെങ്കിൽ കള്ളനും പോലീസും കളി, നമുക്കിത് അല്ലെങ്കിൽ അതിൽ സോസ് ആൻഡ് പെപ്പർ അങ്ങനെ സിസർ അങ്ങനെ ഒരു കളിയുണ്ട് ഇപ്പോൾ. ഒന്ന് സിസർ, പിന്നെ പേപ്പർ, കല്ല്, ഇതാണ് പരിപാടി. കല്ല് കാണിച്ചു കഴിഞ്ഞാൽ സിസ്റ്ററിൻ്റെ വായടിച്ച്. അപ്പോൾ അതൊക്കെ എന്താണ് ലാംഗ്വേജ് ആൻഡ് ലോജിക് പ്ലേ ആണല്ലേ. യെസ്, അപ്പോൾ അത് ആണ് സ്കൂൾ കുട്ടികളിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് ടൈപ്പ് ഓഫ് പ്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം, ദ യൂസ് ഓഫ് പ്ലേ ബിറ്റ്വീൻ എ ചൈൽഡ് ആൻഡ് എ ട്രെയിൻഡ് കൗൺസിലർ ടു ഹെൽപ്പ് റിസോൾവ് ദെയർ സർട്ടൺ പ്രോബ്ലംസ്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുന്ന ഭാഗമാണ്. എന്തായാലും ഞാൻ പറഞ്ഞേക്കാം, എന്താണ് നോക്കളെ, പ്ലേ തെറാപ്പിയാണ് കേട്ടോ. പ്ലേ തെറാപ്പി, ഒരു കൗൺസിലർ കളിയിലൂടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത് പ്ലേ തെറാപ്പി എന്ന് പറയുന്നു. ടു വിച്ച് തിയറീസ് വാസ് ദ പ്ലേ ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ കൺസിഡേർഡ് ഹൈലി ഇമ്പോർട്ടൻറ്റ്. ആരുടെ തിയറിയിലാണ് പ്ലേയും ഇന്ററാക്ഷനും ഏറ്റവും കൂടുതൽ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ്? വിഗോസ്കിയുടെ തിയറിയിലാണ് അല്ലേ, പിയാഷെ അല്ല. പിയാഷയുടെ തിയറി നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ്, സി ആണ് ഉത്തരം. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ബെനിഫിറ്റ് ഓഫ് പ്ലേ. താഴെ തന്നിരിക്കുന്നത് പ്ലേയുടെ ബെനിഫിറ്റ് അല്ലാത്ത നോക്കാം. പ്ലേ ഹെൽപ്സ് ചിൽഡ്രൻ ബിക്കം ബെറ്റർ വീഡിയോ ഗെയിമേഴ്സ് ആൻഡ് ദേ റെയർലി ലേൺ എനിത്തിങ്. തെറ്റ് അല്ലേ, ഇതാണ് അല്ലാത്തത്. ബാക്കിയുള്ള എല്ലാം ഡയറക്റ്റ് അതിൻ്റെ ബെനിഫിറ്റ് ആണ് കൊടുത്തിരിക്കുന്നില്ല. അപ്പോൾ ആൻസർ എ ആണ്. ഓക്കെ, അതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്. നോക്കാം, എന്തൊക്കെയാണ് ഗ്രോസ് മോട്ടോർസ് ആൻഡ് ബിഗ് മൂവ്മെന്റ്സ് ഓഫ് ദ ആംസ്, ലെഗ്സ് ആൻഡ് ട്രങ്ക്. കൈയുടെയും കാലിൻ്റെയും ട്രങ്കിൻ്റെയും എല്ലാം വലിയ മൂവ്മെന്റ്സിനാണ് എന്ത് വിളിക്കുക, ഗ്രോസ് മോട്ടോർ സ്കിൽസ് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് എന്ന് വിളിക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ബി ആണ് ഉത്തരം അല്ലേ. അപ്പോൾ നോക്കാം, ആൾ ടൈപ്പ് ഓഫ് പ്ലേ ഹെൽപ്പ് വിത്ത് ഡെവലപ്മെന്റ് ആൻഡ് വെൽബീയിങ് അല്ലേ. ഇതാണ് സംഭവം, എന്താണ് ഡെവലപ്മെന്റ് ആൻഡ് വെൽബീയിങ്. ഗ്രോസ് മോട്ടോർ സ്കിൽസ് സഹായിക്കുന്ന ചില ടൈപ്പ് ഓഫ് പ്ലേസ് ഉണ്ട്, ശരിയാണ്. സ്പെഷ്യൽ അവേഴ്സിനെ കുറിച്ച് സഹായിക്കുന്ന ചില ടൈപ്പ് ഓഫ് പ്ലേ ഉണ്ട്, ശരിയാണ്. പെയിന്റിങ് ആൻഡ് സ്റ്റിക്കിങ് സഹായിക്കുന്ന ചില ടൈപ്പ് ഓഫ് പ്ലേ ഉണ്ട്, ശരിയാണ്. പക്ഷേ എല്ലാ ടൈപ്പ് ഓഫ് പ്ലേയും എന്തിനാണ് സഹായിക്കുന്നത്, ഡെവലപ്മെന്റ് ആൻഡ് വെൽബീയിങ്ങിനാണ് സഹായിക്കുന്നത് അല്ലേ. അതുപോലെ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് പ്ലേ വുഡ് വി സീ ചിൽഡ്രൻ പ്ലേയിങ് വിത്ത് പസിൽ സൈഡ് ബൈ സൈഡ് വിത്തൗട്ട് ഇന്ററാക്ടിങ്. ഏതായിരിക്കും അടുത്തടുത്തിരുന്ന് പസിൽ കളിക്കുന്ന, ഏതായിരിക്കും പാരലൽ പ്ലേ അല്ലേ, ഒരു സംശയവും വേണ്ട, പാരലൽ പ്ലേ ആണ്. അതുപോലെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഫ്രം ബിലോ. താഴത്ത് നിങ്ങൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫിസിക്കൽ പ്ലേ ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് സച്ച് ആസ് സ്ക്രോളിംഗ് ആൻഡ് സ്വിംഗിങ്. ശരിയാണ്, അത് ഫിസിക്കൽ പ്ലേ ആണ്. അതുപോലെ ഇൻ സോളിറ്ററി പ്ലേ വി വുഡ് സീ ചിൽഡ്രൻ പ്ലേയിങ് വിത്ത് പസിൽ സൈഡ് ബൈ സൈഡ് വിത്തൗട്ട് ഇന്ററാക്ടിങ്. ഇത് നമ്മൾ കാണുമ്പോഴത്തേക്ക് തെറ്റിപ്പോകാൻ സാധ്യത. കാരണം എന്താണ്, ഇന്ററാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് സോളിറ്ററി പ്ലേ ആണെന്ന് കരുതരുത്. അതെന്താണ്, പാരലൽ പ്ലേ ആണ് അല്ലേ, അടുത്തടുത്തിരുന്ന് കളിക്കുന്ന പാരലൽ പ്ലേ ആണ്. അതിപ്പോൾ തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതാണ് തെറ്റേതാടാ,
2 മാത്രം. ഉത്തരം ഏതാണ്? ബി ആണ് ഉത്തരം അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യങ്ങൾ വരിക. ഈ ചോദ്യങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ചോദ്യങ്ങൾ നിങ്ങൾ വളരെ കോൺഫിഡൻസോടെ ആൻസർ ചെയ്യുക. ഇനിയുള്ള സമയങ്ങളിൽ ആൾറെഡി വന്ന ക്ലാസ്സുകൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. റിവിഷൻ നമുക്ക് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ ഒതുക്കി റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഒന്ന് കട്ടയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ICD സൂപ്പർവൈസർ വേരോടുകൂടി നമ്മളെല്ലാം ഹനുമാൻ മരുത്തോമല എടുക്കാൻ പോയില്ലേ, ഹനുമാൻ മരുത്തോമല എടുത്ത് വെച്ചുകൊണ്ട് വരുന്ന പോലെ സഹകാരിയാണ് ഓരോ റിസൾട്ടുകളും. SDO ആവട്ടെ, KLD ബോർഡ് ആവട്ടെ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ LD ടൈപ്പിസ്റ്റ് ആവട്ടെ. അപ്പോൾ അതുപോലെ ഒരു മരുത്തോമല എടുത്തുകൊണ്ട് വരുന്ന പോലുള്ള റിസൾട്ട് നമ്മുടെ പിള്ളേരെയും കൊണ്ട് നമുക്ക് വരാൻ പറ്റും. ആ ഒരു ദിവസമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതിനുവേണ്ടി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക, പഠിക്കുക, റിവൈസ് ചെയ്യുക. റിവിഷൻ ഇല്ലാത്ത ഒരൊറ്റ പരിപാടി നടക്കുകയില്ല. റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരൊറ്റ കാര്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ബാക്കി എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസകൾ. താങ്ക് യു.